ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വെറും 598 രൂപ മാത്രം. അത്രേ ഉള്ളൂ. 698 അതും അടിപൊളി ഫുൾ വർക്കോട് കൂടി 198 only 198 നമുക്ക് ഫ്രോക്ക് നൈറ്റികൾ റേഞ്ച് വൈസും എല്ലാം പക്ക പ്രോപ്പർ ആയിട്ട് തന്നെയുണ്ട്. നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും. 398 സാരി കേട്ടോ. 389 റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ഒഡിയോ മോഡൽ ജീൻസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 698 മാത്രമാണ് കേട്ടോ. ഇതൊക്കെ വെറും 149 രൂപ വരുന്നതായിട്ടുള്ള ടോപ്സ് ആണ്. ഇത് ജസ്റ്റ് 598 അത്രേ ഉള്ളൂ. കറിഷ് മസിൽസ് അടിപൊളിയാണ്. ഞങ്ങളെപ്പോലുള്ള വർക്കിംഗ് വുമൻസിന് സൂപ്പറാണ് ഇവിടെ. ജസ്റ്റ് 398 ഉള്ളി. ഈ 898 മാത്രം റേറ്റ് വരുന്നതായിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. കോട്ടണിൽ വരുന്ന വെറൈറ്റീസ് ആണ്. അല്ലെങ്കിൽ ഉറപ്പായ സമ്മാനം, അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടുകൾ. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ്. ഇതൊക്കെ 498 കളക്ഷൻസ് ആണ്. ഫോർമൽ ഷർട്ട്സിന്റെ കളക്ഷൻസ് വെറും 298 മുതലാണ്. 549 രൂപയ്ക്ക് സ്ട്രൈപ്പ് സാരി. ഇതൊക്കെ ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലുക്ക് മൈ ഗോഡ്. ഞങ്ങൾക്ക് ഫോമൽസ് ആണ് കൂടുതലും ആവശ്യമുള്ളത്. അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്, നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഐറ്റമിൽ റേറ്റ് കുറവിന് കിട്ടിയ എങ്ങനെ ഇരിക്കും? ഇത് 398 കോട്ട് സെറ്റ് സാധാരണക്കാർക്കും കരിഷ്മ സിൽക്സിലേക്ക് വരാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ, റീറ്റെയിൽ കടയിൽ വന്നിട്ട് ഹോൾസെയിൽ പ്രൈസിന് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും നമ്മുടെ എറണാകുളത്ത് ഹൃദയ ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഈ ഷോപ്പ്, ഈ പേര് പുതുമയൊന്നല്ല, പക്ഷെ ഈ ഷോപ്പ് വന്നിട്ട് ഇപ്പൊ 1 മാസം. ഇവർക്ക് ഓൾറെഡി ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന്റെ വേറൊരു ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ ഏത് ആകെ ഒരു കൺഫ്യൂഷനില്ല, ഒരു എക്സൈറ്റ്മെന്റ്. അതും ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ഒക്കെ റേറ്റ് കേട്ടല്ലേ ഞെട്ടി പോകും. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്ത് പോയി പറയാം. എന്തായാലും ലൊക്കേഷൻ പറയാം. നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തെ ഹൃദയ ഭാഗത്ത് MG റോഡിലാണ്. MG റോഡില് ആ കാണുന്നത് MG മെട്രോ എൻട്രൻസ് ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്കുള്ള വഴിക്കുള്ള മെട്രോ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. MG റോഡ് മെട്രോ സ്റ്റേഷന്റെ എൻട്രൻസ്. അപ്പൊ അതിന്റെ തൊട്ട് അടുത്തായിട്ടുള്ള ബിൽഡിംഗ് ആണ് യെസ് കരിഷ്മ സിൽക്സ്. മൊത്തം 2 ഫ്ലോർ ആണ്. ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോ താഴത്തെ മോളിലത്തെ അങ്ങനെ മൊത്തം 3 ഫ്ലോർ ആയിട്ടുള്ള കരിഷ്മ സിൽക്സ്. ഇവിടത്തെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രത്യേകത ഞാൻ കുറച്ചുകൂടി അകത്തെന്ന് പറയാം. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ടില്ലേ, അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് നല്ല റേറ്റ് കുറവിന്, എന്താ പറയാ, റേറ്റ് കൂടിയായിട്ടും റേറ്റ് കുറവിന് കിട്ടുമ്പോഴുള്ള ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇതിനുള്ളിൽ കയറും. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കിയാലോ എന്തൊക്കെയാണ് വെറൈറ്റീസ് വരും. കയറി വരാൻ നമുക്ക്. ഇപ്പൊ ഈ കയറുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന ഒരു ഏരിയ ഞാൻ പറഞ്ഞ ഒരു ഹൈപ്പില്ല, ഭയങ്കര റേറ്റ് കുറവ്, അഫോർഡബിൾ റേഞ്ച്, എന്താ പറയാ, ഹോൾസെയിൽ റേറ്റിനൊക്കെ നമുക്ക് റീറ്റെയിലിൽ കിട്ടുന്ന അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയില്ല ആകെ. ഈ കാണുന്ന ഏരിയ നോക്കണ്ടാട്ട. നമ്മളൊരു ചൊല്ല് പറയില്ലേ, അമ്പലം ചെറുതായാലും പ്രതിഷ്ഠ വലുതാണ്, ഉള്ളില് മോളില് കാണാൻ ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഇട്ടതിനെ കുറിച്ചിട്ട് ആദ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് മാത്രമല്ല, ഇതല്ലാണ്ട് കുറെ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബുട്ടീക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എത്ര രൂപ കൊടുക്കണം കണ്ടോ. ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ആ റേറ്റിനേക്കാളും നമുക്ക് പകുതി റേറ്റ് പോലും വേണ്ട, അത്രയും റേറ്റ് കുറവിന് അഫോർഡബിൾ റേഞ്ചിന് ഇത്രയും ഫുൾ വർക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇത് എന്റെ കംഫർട്ട് അനുസരിച്ചിട്ട് ഞാനൊരു സ്കേർട്ട് ടൈപ്പ് ആയിട്ടുള്ള, പക്ഷെ ഇതുപോലത്തെ സറാറ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള, അതിലും കുറെ വർക്കൊക്കെ ആയിട്ടുള്ളത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷെ വയറ് കാണുന്ന പ്രശ്നം കാരണം മാത്രം ഞാൻ അത് ഇടാണ്ടിരുന്നത്. എന്ത് രസമല്ല കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി പോകും, അത്രയും റേറ്റ് കുറവ്. അപ്പൊ ബുട്ടിക്കാരൊക്കെ തയ്ക്കിനേക്കാളും നമുക്ക് എന്തായാലും അഫോർഡബിൾ റേറ്റില്ല. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, അമ്പലം ചെറുതായാലും പ്രതിഷ്ഠ വലുതാണ്. ഇനി ഈ ഏരിയയിൽ എന്താ നോക്കിയേ, ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു ഫുൾ കളക്ഷൻസ് ആണ്. അതിൽ നമുക്ക് കോട്ടൺ അങ്ങനെ മെയിൻ ഫാബ്രിക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ നമുക്ക് പിന്നെ കാണാം, ഇതൊക്കെ മേലെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നമുക്കൊന്ന് മുകളിലത്തെ ഫ്ലോറിലേക്കൊക്കെ പോയാലോ. മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ മൊത്തം ലേഡീസിന്റെ ഐറ്റംസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ മെൻസിന്റെ ഐറ്റംസ്. മെൻസിന്റെ ഐറ്റംസ് ആയാലും ലേഡീസിന്റെ ഐറ്റംസ് ആയാലും ഇഷ്ടം പോലെ എനിക്ക് പറയാനും ഉണ്ട് കാണിക്കാനും ഉണ്ട്. വരൂ, അടിപൊളി. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ. ഇനി ഞാൻ ഇട്ടിരിക്കുന്നത് സെയിം ഒരു ലുക്കിലിതാ. ഇതിന്റെ എത്ര കളേഴ്സ് വേണ്ട, എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇനി റേറ്റ് അറിയണമെങ്കിൽ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. സ്വന്തം എറണാകുളത്താണല്ലോ, ഒരിക്കലും പോണ്ട, ദൂരത്തേക്കൊന്നും പോണ്ട. പിന്നെ ഇവർക്ക് കുറെ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ ആര് ഇവിടെയാണ് മെയിൻ കരിഷ്മ സിൽക്സ്. അടിപൊളി സുന്ദരികൾ ഇങ്ങനെ നിരന്ന് നിൽക്കാണ്. ഒരാളൊന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് വരുമോ? ആരെങ്കിലും ഒരാള്? ആരാ വരണേ? വാ, നല്ല ചടപടാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം, പറയണം. അതിന് മുന്നേ ഇങ്ങനെ വന്നേ,
നമ്മൾ അവിടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എവിടെയാണെന്നറിയോ? അതൊന്ന് പറഞ്ഞു കൊടുത്താൽ അതിനെ കുറിച്ചിട്ട്. നമ്മുടെ ബിസിയോ പത്മ ജംഗ്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് പുല്ലേപ്പടിയിലേക്ക് പോകുന്ന റോഡിൽ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എറിയാൽ മതി. ജോയാലിക്കസിന്റെ പാർക്കിംഗ് സൈഡിൽ തൊട്ടിപ്പുറത്തായിട്ട് അവരുടെ പാർക്കിംഗ് ലോട്ട് ഉണ്ട്, അതിന്റെ സൈഡിൽ തന്നെ ആ റോഡ് വരുന്നത്. അവിടെ ബിസിയോ നമ്മുടെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പാണ് ലേഡീസ് ഓളി ഷോപ്പ്. അത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 1 year ഇല്ല 6 months 7 months എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ എടുത്തു, വീഡിയോ വൈറലായി. അത്യാവശ്യം എന്ന് വെച്ചാൽ അവിടെ ഇത്രയും റേറ്റ് കുറവില്ല, 100-ക്കൊക്കെ ടീഷർട്ട് 80 രൂപ അങ്ങനെ. അപ്പൊ ആ വീഡിയോ എടുത്തപ്പോ ഈ കുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിച്ചു വരുത്തിച്ചത്. അപ്പൊ ഇപ്പൊ ഇവിടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബിസിയോ അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചാണ്. അത് ലേഡീസ് ഒള്ളി ഷോപ്പാണ്, ഇത് നമ്മുടെ ഫാമിലി ഷോപ്പാണ്. കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് എന്ന് വെച്ചാൽ A to Z എല്ലാ ഐറ്റംസ് കിട്ടും. അതും ഒരു വെഡിങ് സെന്റർ എന്ന് നമുക്ക് പറയാം, പക്ഷെ വെഡിങ് സെന്റർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനാണ്. റേറ്റ് പ്രതീക്ഷിക്കും, പക്ഷെ അത്രയും റേറ്റ് പോലെ ഉണ്ടാവില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ എവിടെയും കിട്ടാത്ത ഒരു റേറ്റ് കുറവിന് നമുക്ക് നല്ല ഐറ്റംസ് കിട്ടുന്ന ഒരു ഫീലിംഗ്. വീണ്ടും എടുത്ത് പറയാൻ കേട്ടോ, ഒന്ന് ജസ്റ്റ് കേറി നോക്കാം. നല്ല പറയണേക്കാളും നല്ലത് നമുക്ക് കാണിച്ചു കൊടുത്താലോ. ഓക്കെ, അപ്പൊ കാരിയോൺ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഞാൻ പക്ഷെ ഇവിടെ പിടിക്കട്ടെ. ഓക്കെ, നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണ്ട? നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട്. ഓണം സ്പെഷ്യൽ ആയിട്ട് സെറ്റ് മുൺ സെറ്റ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. കുർത്തീസ് ഉണ്ട്, വെസ്റ്റേൺ ഐറ്റംസ് ഉണ്ട്. പക്ഷെ വെഡിങ് സെന്റർ എന്ന് പറയുമ്പോ കാഞ്ചീപുരം ആണ് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിൽ വരുന്നത്. എന്നാ അവിടെ നിന്ന് തുടങ്ങിയാലോ? അതെവിടെയാ ആ സെക്ഷൻ വരുന്നത്? ഓക്കെ, ആ കാണുന്ന ഏരിയ മൊത്തം സാരീസിന്റെ സെക്ഷൻ ആണ്. അതിലും കാഞ്ചീപുരം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അത് വെഡിങ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ ഡെയിലി വെയർ സാരീസ് തൊട്ട് നമുക്ക് സോഫ്റ്റ് സിൽക്ക്, ആ സിൽക്ക് എല്ലാം വെറൈറ്റി സാരീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അല്ലേ, ഇതൊരു വെഡിങ് സെന്റർ. യെസ്, അതെ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും വെഡ്ഡിംഗ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി വെഡ്ഡിംഗ് സാരീസ് 2990 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. പ്യുവർ 2990 രൂപയ്ക്ക് വെഡ്ഡിംഗ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ? കാണിക്കാം. അതുപോലെ തന്നെ പ്യുവർ കാഞ്ചീപുരം സാരീസ് 13,900 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിംഗ്. പിന്നെ ഇവരുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്യുവർ സിൽക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ തന്നെ പറയും, പ്യുവർ കോട്ടൺ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ തന്നെ പറയും. ചില സ്ഥലത്തുനിന്നൊക്കെ പറയുമ്പോൾ കോട്ടൺ മിക്സ് ആയില്ല എന്ന് വെച്ചാൽ പോളിസ്റ്റർ ഒക്കെ മിക്സ് ആയിട്ടുണ്ടെങ്കിലും അതിനും കോട്ടൺ തന്നെ പറയാം. പക്ഷെ ഇവരത് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ എന്താണ് അതിന്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമാണ് കാണിച്ചു തരുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിന് മുന്നേ ഒരു കസ്റ്റമർ ഉണ്ട്, ഞാനൊന്ന് റിവ്യൂ. നിങ്ങൾ ബ്രൈഡ് ആണോ? ബ്രൈഡ് ഗ്രൂം അല്ല സോറി, സിന്ദൂരം ഉണ്ട്. സോറി ഞാനത് തല തിരിഞ്ഞപ്പോഴാണ് കണ്ടത്. ഞാനൊരു റിവ്യൂ എടുത്തോട്ടെ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ കാണാൻ ഭംഗിയുണ്ട്, അതുകൊണ്ടാട്ടോ, വേറെ ഒന്നും വിചാരിക്കുന്നുണ്ട്. അടിപൊളി സാരി. എവിടുന്ന വരുന്നേ? തോപ്പുംപടിന്ന്. അതെ, സ്ഥിരം ഇവിടുന്ന് വരാറുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പക്ഷെ ഇത് കണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടിട്ട്? നിങ്ങൾക്ക് ആ ഒരു സാരി കൊടുത്തപ്പോ അതിന്റെ ഇഷ്ടപ്പെട്ടു? റേഞ്ച് വൈസോ? യെസ്, ഓക്കെയാണ്. എല്ലാം റേഞ്ച് വൈസും എല്ലാം പക്ക പ്രോപ്പർ ആയിട്ട് തന്നെയുണ്ട്. നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും. സ്ഥലം തോപ്പുംപടി വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ ബാംഗ്ലൂരാണ്. യെസ്, ഇന്റീരിയർ ഫേമിൽ വർക്ക് ചെയ്യുന്ന. കൂടെ ഹസ്ബൻഡ്, അമ്മ. ഒന്ന് വരൂ, എന്തായാലും ആ ഫാമിലി ഫുള്ള് ഒന്ന് പരിചയപ്പെടാമ്പോ. ഇപ്പൊ എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടോ? വരൂ. യെസ്, കസിന്റെ വെഡിങ്. ഞാൻ പറയില്ലേ, വെഡിങ് സെന്റർ അതാണ് ഇവിടെ മെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ചൂസ് ചെയ്യാം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഇവിടെ ഇഷ്ടായി. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? കണ്ടെടുത്തോളം നല്ലതാണ്. ഞാൻ ഇവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്തത്. അപ്പൊ രണ്ടാളും രണ്ട് സ്ഥലത്താണ്? അല്ലല്ല, ഒന്നിച്ച് തന്നെ വർക്ക് ഫ്രം ഹോം ആണ് ആൾക്ക്. ഓ, അങ്ങനെ. അപ്പൊ സമാധാനം. ഓക്കെ, താങ്ക് യു. ലുക്ക് അടിപൊളി, കോച്ചസ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെക്ഷൻ ഫുൾ സാരീസ്. എന്നാ നമുക്ക് ഫസ്റ്റ് നമ്മുടെ വെഡിങ് സാരി, കാഞ്ചീപുരം സാരി, അത് വെച്ച് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാ സാരി? സാരീസ് ഇരിക്കുന്നു മൊത്തം. ഈ കാണുന്നത് പ്യുവർ കാഞ്ചീപുരം സാരീസ് ആണ്. പ്യുവർ കാഞ്ചീപുരം സാരീസ്. അതും നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈൻസ്, ഇഷ്ടപ്പെട്ട കളേഴ്സിൽ കിട്ടും. കളേഴ്സ് ഒക്കെ കുറച്ച് വെറൈറ്റി, കുറച്ച് പ്രത്യേകത ഒക്കെ ഉണ്ടല്ലോ. അതെ, എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. നമ്മൾ ഓരോ ഐറ്റംസും നമ്മുടെ സാറ് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് പർച്ചേസ് ചെയ്യാണ്, ഏജന്റ് ത്രൂ അല്ല. എല്ലാ ഐറ്റംസും ഹാൻഡ് പിക്ഡ് ആണ്. അതും ഓരോ കളേഴ്സ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ മാസ്റ്റർ വീവേഴ്സിനാൽ വീവ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പൊ ഈ കാണുമ്പോ എല്ലാതും എടുക്കണം തോന്നും, പക്ഷെ എന്നാലും 2-3 ഒന്ന് വെറൈറ്റി നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. പിന്നെ കാഞ്ചീപുരം സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞത് 13,900. യെസ്, അത് വെച്ച് തുടങ്ങാം നമുക്ക്. ഓക്കെ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൂട്ടാ. ഇതൊന്ന് ഏതൊരെണ്ണം എടുത്തിട്ട്. ഇതിപ്പോ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ നോക്കിയാലോ? ഏറ്റവും ട്രെൻഡിങ്ങിൽ കളർ പാറ്റേൺ എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ ഇത് ഒരു കോമൺ ആണോ ചോദിച്ചാൽ കോമൺ ആണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണോ ചോദിച്ചാൽ അതുമാണ് അല്ലേ? തുറക്കാല്ലേ?
ആ ഓക്കെ, ഇതൊക്കെ എന്ത് രസമല്ല അതിന്. ഇതിന് ബോർഡർ വെച്ച് നോക്കുമ്പോ ഈ റെഡിന് പകരം വേറെ ഏതാ കളർ നമുക്ക് അങ്ങനെ? ഇതിന്റെ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വെഡിങ് സാരീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പ്രത്യേകം ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിന്റെ ലുക്ക് കണ്ടോ, നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് കാണുമ്പോഴാണ് അതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ അറിയുള്ളൂ. പക്ക ഗോൾഡും അതുപോലെ തന്നെ ഒരു ബേജ് ഫിനിഷിങ്. അതില് നമുക്ക് ബ്ലൗസ് വരുന്നത് ഏതാ? ആ പല്ലു പറ ഫ്ലോറൽ ബോർഡർ വരുന്നത്. ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് ഇതാ ഇങ്ങനെ വരുന്നു, വിത്ത് ബോർഡറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ വീവിങ്ങില് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വർക്ക് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി പ്യുർ കാഞ്ചിപുരത്തിൽ വരുന്ന ഒരു സാരിയാണ്. ഏകദേശം ഇതിന്റെ റേറ്റ് നമുക്കൊന്ന് അറിയാൻ പറ്റുമോ? റേറ്റ് നമുക്ക് 13 തൊട്ട് അങ്ങോട്ട് കയറി പോലെ ഓരോന്നിനും പ്രത്യേകം റേറ്റുകളാണ്. 13,900 തൊട്ട്. അതും പ്യുവർ ആണ് കേട്ടോ, വെറുതെ പ്യുവർ എന്ന് പറയുന്നതല്ല. ഞാൻ മാം പറഞ്ഞതുപോലെ എനിക്ക് അറിയാം, കാരണം ഇപ്പൊ ഇവിടുത്തെ സാർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ തന്നെ സാർ ഇത്തിരി ബിസിയിലാണ്, അല്ലെങ്കിൽ പറയും പ്യുവർ ആണെങ്കിൽ പ്യുവർ തന്നെ. ആക്ച്വൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഉടുത്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയും ഫീലിങ്ങും ആ ഒരു അല്ലെ. പിന്നെ ബ്ലൗസിലൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്രൈഡ് സാരി. അതെ, പെർഫെക്റ്റ് ആയിട്ട്. അതും ഓരോന്നും നമ്മൾ ഭയങ്കര വിശ്വാസത്തോടു കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാറിന്റെയും മാമിന്റെയും സ്നേഹം നിറഞ്ഞ സാരി എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു സാരി നിങ്ങൾ പിക്ക് ചെയ്താലോ കേട്ടോ, ഈ ഒരു സാരി മാത്രമല്ല ഏതൊരു സാരി എടുത്താലും അങ്ങനെ തന്നെ. സെക്കൻഡ് സാരി നോക്കിയാലോ നമുക്ക്? സെക്കൻഡ് സാരിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ രണ്ടാമത്തെ സാരിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ബ്രൈഡ് സാരി അല്ല, ബ്രൈഡിന് സെക്കൻഡ് സാരി ഉണ്ട്, ചേച്ചിക്ക് അനിയത്തിക്ക് എല്ലാവർക്കും ഉള്ള സാരീസ്. അതും ഡിഫറെന്റ് ബഡ്ജറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതും ഒരു നമുക്ക് റയർ ഷെയ്ഡ് എന്നല്ല പറയണ, നമുക്ക് കോമൺ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ. പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഇത് ഫുൾ ചെക്കിലാണ് വരുന്നത് അല്ലെ? അതെ, ചെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ കോൺട്രാസ്റ്റ് വരുന്നതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ കളറ് വിട്ടിട്ടുള്ള കളിയിലാന്നല്ലേ നമുക്ക് എല്ലാം മലയാളികൾക്ക് എന്ന് പറയുമ്പോ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ്. ഇതിലും നമുക്ക് കോപ്പറിന്റെ വീവിംഗ് ആണ് ഫുൾ വന്നിരിക്കുന്നത്. കോപ്പറിന്റെ ചെറിയാണ് കേട്ടോ ഈ കാണുന്ന ഫുൾ കണ്ടോ. ഇതൊക്കെ കോപ്പറിന്റെ ചെറിയ വീവിങ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഡയറക്റ്റ് വരാം അല്ലേ? അതെ, ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ് അത് നമുക്ക് പ്രത്യേകം കസ്റ്റം ചെയ്യാൻ പറ്റും കേട്ടോ. ഓരോ ഡിസൈൻസും കസ്റ്റമൈസും ഉണ്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കളേഴ്സ് വേണം അല്ലെങ്കിൽ മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു ടൈം പീരീഡ് കൊടുത്തോളൂ. അപ്പൊ നമുക്ക് ഈ സെയിം വർക്കിൽ തന്നെ ഡിഫറെന്റ് കളറിൽ വേണം, അത് ഇത്ര പീസ് വേണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാട്ട്. പിന്നെ ഇവരെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. റീറ്റെയിൽ മാത്രമല്ല, റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോൾസെയിൽ പ്രൈസിന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഹോൾസെയിൽക്കാർക്കും ഇവിടെ പർച്ചേസ് ചെയ്യാം, ബൾക്ക് ക്വാണ്ടിറ്റി ഇവിടെ കിട്ടും. അതും ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിൽ നിങ്ങൾക്ക് ബൾക്ക് പർച്ചേസിംഗും ഇവിടെ ഹോൾസെയിൽ പ്രൈസിൽ നടത്താനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടി റേറ്റിന് മാറ്റി വരും, അതെന്തായാലും ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അടുത്തേക്ക് പറഞ്ഞാലോ നമുക്ക് 2,900 വെഡിങ് സാരീസ്. യെസ്, അതിന് മുന്നേ ജസ്റ്റ് കുറച്ച് ഹിന്റ് കാണിക്കാം. ഈ കാണുന്നത് മൊത്തം ഫുൾ പ്യുർ കാഞ്ചിപുരത്തിലെ പല ഡിസൈൻസ് പല കളേഴ്സിൽ ഇരിക്കുന്ന ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ്. ഇതൊരു ബ്രൈഡ് അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷന് നമുക്ക് കല്യാണ പെണ്ണായാൽ മാത്രം കാഞ്ചിപുരം ഉടുക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അല്ലാത്തപ്പോഴും നമുക്ക് ഉടുത്തൂടെ അല്ലേ? ഏതൊരു എന്താ പറയാ സ്ത്രീക്കും പെണ്ണായി പറഞ്ഞ ആർക്കും ഒരു മോഹം കാണും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാഞ്ചീപുരം പട്ട് കൊടുക്കണം. നമ്മള് ഡയറക്റ്റ് ഞാനും പോയിട്ടുണ്ടായിരുന്നു കാഞ്ചീപുരം പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കണ്ടതാണ് ഓരോ സാരിയും. അവര് കാമാക്ഷി അമ്മൻ എന്ന് പറഞ്ഞിട്ട് കാഞ്ചീപുരത്തെ അമ്മൻ ദേവിയാണ്, ദേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാണിക്ക എന്നോണമാണ് ഓരോ സാരീസും. നമ്മളത് അവരുടെ വർക്കാണല്ലോ ഈ ഒരു വീവിംഗ് എന്ന് പറയുമ്പോൾ. ഓരോ സാരി നെയ്യേക്കാളും മുന്നേ അത് ദൈവത്തിനോട് തൊട്ട് എന്താ പറയാ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഓരോ സാരികളും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ അതിനുണ്ട്. ഇനി 2,990 സാരി, യെസ് അതാണ് ഈ കാണുന്ന സാരീസ് മൊത്തം കേട്ടോ. ഇത് മൊത്തം 2,990 ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 സംതിങ് അങ്ങോട്ട് റേഞ്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പ്രീമിയം വെഡിങ് സാരീസ്. നമുക്ക് വെഡിങ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,900 മുതലാണ്. ഓക്കെ, അപ്പൊ അതിന് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ബഡ്ജറ്റ് റേഞ്ചിലെ സാധാരണക്കാർ നമ്മൾ നോക്കത്തില്ലേ, ഇപ്പൊ സാധാരണക്കാർക്കും കരിഷ്മ സിൽക്സിൽ വരാം. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഇവളെ കൂടെ കൂടിയിട്ട് ഞാനും വലിയ വലിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. നമുക്ക് ഒരുമിച്ച് പറഞ്ഞല്ലോ. സാധാരണക്കാർക്കും കരിഷ്മ സിൽക്സിലേക്ക് വരാം. അപ്പൊ നിനക്കെന്താ ഇല്ലേ? ഒന്നോടി നല്ല രസമുണ്ടല്ലേ പറയണത് കേൾക്കാനും പറയാനും എന്തൊരു സുഖം അല്ലെ? ഒന്നോടി
സാധാരണക്കാർക്കും കരിഷ്മ സിൽക്സിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫുൾ വെറൈറ്റീസ് കേട്ടോ. ഇതിലത്തെ ഒരു 2 സാരി ഒന്ന് എടുത്ത് കാണിക്കോ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്താലോ? നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഓപ്പൺ ചെയ്യാനായിട്ട് മിടുക്കത്തിയാണ്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ഇട്ട് കാണിച്ചോളൂ, വെച്ച് കാണിച്ചോളൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. സാരീസിന്റെ കാര്യം പറയുമ്പോൾ നമ്മള് ഏതൊരു മലയാളി എന്നല്ല, ഒരു ഇന്ത്യൻ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാരിയാണ് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. കൾച്ചർ ബേസ് ആണെങ്കിലും ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ സാരീസിന്. ഇത് പല്ലു വരുന്നു, ഈ ഒരു പോർഷൻ. ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഫുൾ ബ്രോക്കേഡില്, അതിലും സ്ലീവില് ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇതിൽ ആക്ച്വലി നമുക്ക് പലതരം വർക്ക് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വൽ ലുക്ക് ഇപ്പൊ നിലവിലുള്ളത് ഇതാണ്. ഇനി വരുമ്പോ ഇതിനേക്കാളും മേലെ നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതെ, ഇതിന് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിസൈൻസ് വരുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോ സത്യം അപ്പോഴാണ് അതിന്റെ ഒരു ലുക്കും അതിന്റെ ഒരു ഡിസൈൻസ് കാര്യങ്ങളും മനസ്സിലായത്. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഒരു ഫീലിംഗ്. ഈ ഒരു റാണി പിങ്ക് എന്ന് പറയുമ്പോൾ പിങ്കിൽ തന്നെ നമുക്ക് പലതരം പിങ്ക്സ് അവൈലബിൾ ആണ്. ഇവിടെ സാരീസ് നോക്കുകയാണെങ്കിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്താ സാരിയാണോ എന്താ പറയാ ലാച്ചയാണോ ഇടേണ്ടത്, ചുടിദാറാണോ ഇടേണ്ടത്, ആകെ ഒരു കൺഫ്യൂഷൻ. എല്ലാത്തിനും നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതാണ് മെയിൻ. ഇവർക്ക് അടൂരുള്ള ഷോപ്പിലും സെയിം ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണോ? നമുക്ക് ഇപ്പോ കറന്റ് അടൂർ റെനോവേഷൻ നടക്കാണ്. നമ്മളൊരു 2002 സ്റ്റാർട്ട് ചെയ്താണ്. 25 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ട് നമ്മുടെ ഷോപ്സിന്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊടുമണ്ണാണ് കേട്ടോ. അവിടെ നിന്ന് അതിനുശേഷം നമ്മൾ അടൂരിലേക്ക്, അടൂർ ഒരു വെഡ്ഡിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തിരുവല്ലയിൽ പ്യുവർ കളക്ഷൻസ്, പ്യുവർ സിൽക്ക് സാരീസ് ആണെങ്കിലും പ്യുവർ ടെസർ സാരീസ്, വെഡ്ഡിങ് സാരീസിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഓൺലൈൻ. ഓൾറെഡി എന്ന് വെച്ചാൽ നമ്മുടെ ഡേയില് ഈ ഒരു കരിഷ്മ സിൽക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പേര് പുതുമയൊന്നല്ല. ഓൾറെഡി പേര് കേട്ടിട്ടുള്ളതാണ്. ഇവര് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഷോപ്പ്, സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നെ പറയാം. അഫോർഡബിൾ സൗകര്യം എല്ലാം കൊണ്ട് ഒരു ഹൃദയ ഭാഗത്താണ്. ഇവിടെ ചെന്നൈ സിൽക്സിന്റെ അടുത്തായിട്ടാണ് അല്ലെ. കുറച്ചുകൂടി അടുത്ത ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് MG റോഡ് മെട്രോ സ്റ്റേഷൻ തന്നെ പറയാം. നമ്മുടെ MG റോഡിൽ 2 മെട്രോ സ്റ്റേഷൻ ആണ് വരുന്നത്. മഹാരാജാസും ഉണ്ട്, അതുപോലെ തന്നെ MG റോഡ് മെട്രോ സ്റ്റേഷനും. MG റോഡ് മെട്രോ സ്റ്റേഷൻ തൊട്ടിപ്പുറത്തായിട്ട്, ചെന്നൈ സിൽക്സിന്റെ ഒക്കെ തൊട്ടിപ്പുറത്തായിട്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ചെന്നൈ സിൽക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മെട്രോ ഒക്കെ വേറെ ലെവൽ, ഇതിന്റെ അടുത്തായിട്ടാണ്, ചെന്നൈ സിൽക്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഇതൊരു കംപ്ലീറ്റ് ഇനി സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണട്ടോ. എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ കളക്ഷൻസ് കാണാൻ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബ്രൈഡ്സിന് വേണ്ടി മാത്രമല്ല, വെഡിങ് പർച്ചേസിൽ തന്നെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുമല്ലോ. നമ്മുടെ ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് ബഡ്ജറ്റ് റേഞ്ചിൽ 498 മുതൽ സാരീസ് അവൈലബിൾ ആണ്. അതൊക്കെയാണിതാ 498. അതെ, 498. 498ലും വലിയ മോശമൊന്നും പറയാനില്ല കേട്ടോ. ആ സെയിം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ പട്ടുസാരി ഒക്കെ തന്നെ. ഇതൊക്കെ വെറും 598 വരുന്നുള്ളൂ. അതും അടിപൊളി കളക്ഷൻസ്. നമുക്ക് ഇത് കണ്ടാ മനസ്സിലാവോ? പിന്നെ അതാ ഞാൻ പറഞ്ഞത്, സെയിം ആ നമ്മള് 2990 കണ്ട ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു സാരി കാണുമ്പോ. പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ വെറും 598 രൂപ മാത്രം. അത്രേ ഉള്ളൂ. രണ്ടും ഉടുക്കണവർക്ക് അറിയാം ഇതിന്റെ റേഞ്ച് എന്താണ്. കുറച്ച് ദൂരത്ത് നിന്നാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ അതിലത്തെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇപ്പൊ പട്ടായാലും ശരി, ആർമി പട്ടായാലും അങ്ങനെ സോഫ്റ്റ് സിൽക്ക് ഒക്കെ ഇതിൽ പെടൂലേ. അപ്പൊ അതിന്റെ റിപ്ലിക്ക ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഞെട്ടിച്ചോണ്ടിരിക്കാനുള്ള 698 അതും അടിപൊളി ഫുൾ വർക്കോട് കൂടി. ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റേറ്റിന്റെ ഉള്ളിൽ വർക്ക് ഉണ്ടോന്ന് നമുക്കൊന്ന് തെളിവ് വേണ്ടേ അല്ലേ. അപ്പൊ ആ ഒരു തെളിവിന് വേണ്ടിയിട്ട് ബോർഡർ ഒക്കെ ഉണ്ടോന്ന് അറിയണ്ടേ, ചെക്ക് ചെയ്യണ്ടേ. ഈ കാണുന്നതാണ് ഇതിന്റെ ബോർഡർ, പല്ലു പോർഷൻ. അതുപോലെ തന്നെ 2 സൈഡായിട്ട് നമുക്ക് ബോർഡർ വരുന്നുണ്ട്. ഫുൾ വർക്കാണല്ലോ. അതും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇത് ഈ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് കളേഴ്സ് കുറെ കിട്ടും. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒരു 2 ഷെയ്ഡ് 3 ഷെയ്ഡ് നമ്മൾ എടുത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബഡ്ജറ്റ് റേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സാധാരണ ഒരു സാരി കാഞ്ചീപുരം വിട്, അല്ലാത്ത സാധാരണ സാരി എത്ര റേഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും? സാധാരണ സാരീസ് ഇപ്പം നോർമൽ ഏറ്റവും ബേസ് പറയുകയാണെങ്കിൽ 250 റുപ്പീസ് മുതലൊക്കെ ഉണ്ട്. ഏറ്റവും ബേസ് പറയാം. ഞാൻ വീണ്ടും പറയാം, പുറമേ കാണുമ്പോ ചെറിയ ഒരു കട പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാ. അതെ അതെ, പുറമേ നോക്കുന്ന നമ്മളധികം ലുക്ക്
ലുക്കില് പ്രാധാന്യം കൊടുത്തിട്ടില്ല, പക്ഷെ വാസ് വെറൈറ്റി കളക്ഷൻസ്. അതും തീരെ മോശം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അല്ല, നല്ല ക്വാളിറ്റി ഐറ്റംസ് മാക്സിമം നമ്മൾ കുറഞ്ഞ വിലയിലാണ്. അല്ല, തീരെ കുറഞ്ഞ ക്വാളിറ്റി എന്നല്ല, എല്ലാത്തിലും ക്വാളിറ്റി ഉണ്ട്. അത് പറഞ്ഞത് തെറ്റാണ്. ശരിക്കും എല്ലാത്തിലും ക്വാളിറ്റി ഉണ്ട്. കാരണം ഞാൻ ബിസിയോ അവിടുത്തെ വീഡിയോ ഒരു 6 മാസം മുന്നേ എടുത്തപ്പോ അവിടെയും ഇതേപോലെ തന്നെ ക്വാളിറ്റിയിലായിട്ടുള്ള അതിന് റേറ്റ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയും റേറ്റ് കുറവാണ്. അപ്പൊ അതേ സെയിം കോൺസെപ്റ്റ് തന്നെ കുറച്ചുകൂടി, അത് പറയുമ്പോൾ ഒരു ലേഡീസ് കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ടോട്ടൽ ഒരു കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കിഡ്സ് ആയാലും മെൻസ്, കിഡ്സ് ഉണ്ടോ? കിഡ്സ്, മെൻസ്, അതുപോലെ തന്നെ ലേഡീസിന്റെ എല്ലാതും കൂടിയിട്ട് സെയിം ആ ഒരു അഫോർഡബിൾ റേഞ്ചിൽ അല്ലേ? ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ കർച്ചീഫ് മുതൽ കാഞ്ചീപുരം സാരി വരെ എല്ലാ ഐറ്റംസും, കശ്മീർ തൊട്ട് കന്യാകുമാരി വരെ. അതെ, അതുപോലെ എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിലാണ്. അങ്ങനെ കന്യാകുമാരി തൊട്ട് കശ്മീർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത് ഈ സാരിയുടെ കണ്ടോ ഫുൾ വെറൈറ്റീസ് ആണ് കാണുന്നത്. ഇത് നമുക്ക് റേഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതി. ഫാൻസി സാരീസ് അത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ക്രഷ്ഡ് ഓർഗൻസ. ക്രഷ്ഡ് ഓർഗൻസയിൽ തന്നെ കട്ട് വർക്ക് വരുന്നതും അതുപോലെ തന്നെ എംബ്രോയിഡറി പാറ്റേൺ വരുന്നതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ക്രഷ് ഓർഗൻസ് ഉണ്ട്, ഫെൻഡി ഉണ്ട്, നോർമൽ ഓർഗൻസിൽ വരെ, അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസിൽ കട്ട് വർക്കിൽ വരുന്ന എല്ലാം. ഇതിലിപ്പോ ഈ ഒരു സെയിമിൽ തന്നെ നമുക്ക് കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിൽ തന്നെ ഒരു 4 ഷെയ്ഡ് 5 ഷെയ്ഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് എടുക്കുമ്പോൾ ഒരെണ്ണം ആയിട്ട് എടുത്താൽ മതി, ഫുൾ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇനി വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ 10 20 ഇങ്ങനെ ഒരു ഡിസൈൻസ് ഒരു കളറിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ യൂണിഫോം സാരീസ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കരിഷ്മയിലും ക്യാമ്പസിൽ മുതൽ തന്നെ യൂണിഫോം സാരീസ്, ജെൻസിന്റെ ഷർട്ട് കളക്ഷൻസ്, കുർത്തീസിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ ആയിട്ടും ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഷോപ്പ് പർച്ചേസിംഗ് അവൈലബിൾ ആണ്. ഒരു പീസായിട്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് അയച്ചു തരുമോ? ഒരു പീസായിട്ടാണ് അയച്ചു തരും. അപ്പൊ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്ത് സംഭവമാണെങ്കിലും നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയിട്ട് കാണാം. കളക്ഷൻസ് കാണിച്ചില്ല പോരാന്നൊരു ഫീലിംഗ്. 2 കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യണ്ട, വെറുതെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇത് ഇപ്പൊ പേസ്റ്റൽ നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു. ഇത് കുറച്ച് ഓപ്പൺ ചെയ്താലോ? ഇത് പേസ്റ്റലിലും വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ്. അതുപോലെ ചെറിയ ഇവിടെ ഷിമ്മറിന്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഷിമ്മറാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് ഫാൻസിയിൽ തന്നെ ക്രഷ് ഓർഗൻസില് ഫുൾ ഇങ്ങനെ കട്ട് വർക്ക്. ഇതൊക്കെ ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ലുക്ക്, ഓ മൈ ഗോഡ്, അടിപൊളിയാണ്. ഇനി വൈറ്റ് മാത്രം വേണ്ടവർക്കുള്ളത് ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഇവിടുന്ന് കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ ആ സംഭവം സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ എന്താ കൊണ്ടുപോകാത്ത, എന്നെ എന്താ വിളിക്കാത്ത എന്നുള്ളത്. ഇത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ, ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. അത് ഓവറോൾ ഫുൾ ഉണ്ട് അല്ലേ? അതെ, ബോർഡറിൽ. ഈ തുണിക്കും മാറ്റമുണ്ട് അല്ലേ? നല്ല സോഫ്റ്റ്നെസ്. ഈ ഓർഗൻസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതും ഒരു റിങ്കിൾ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് പ്യുവർ വൈറ്റിൽ വരുന്ന ഒരു ഐറ്റം. തുണി പിടിച്ചു നോക്കണത് ഏതാണ്? നമുക്ക് ക്രഷ് ഓർഗൻസ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 4-5 വെറൈറ്റീസ് തന്നെ വരുന്നുണ്ട് ഓർഗൻസില്. അപ്പൊ ഇതൊരു വെറൈറ്റി ആയി. ഇനി ഈ ഒരു സെക്ഷനിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം ഇഷ്ടം പോലെ സാരീസ്. അതും ഡിഫറെന്റ് ടൈപ്സ്. കോട്ടൺ ആണെങ്കിൽ കോട്ടൺ, അത് സെമി സിൽക്ക്, ജൂട്ട് ലിനൻ, അങ്ങനെ ടൈപ്സ് എല്ലാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ യൂണിഫോം സാരീസ് കാണുന്നതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കോട്ടണിൽ തന്നെ യൂണിഫോം സാരീസ്, അതായത് ടീച്ചേഴ്സ് കോട്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ടൺ ഫാബ്രിക്കിൽ യൂണിഫോം സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേത് ഭാഗത്തായിരിക്കുന്നത്? അവിടെ ആയിട്ടാ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബ്രൈഡ്സ്, ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ യൂസ് ചെയ്യും. അടിപൊളി സൂപ്പർ ട്ടോ. അത് ക്രിസ്ത്യൻ ബ്രൈഡിന് ഇപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കളേഴ്സ് ആണ് ഇപ്പൊ മൂവിങ് ആയിട്ടുള്ളത്. അതും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു വെഡിങ് എന്ന് പറഞ്ഞാൽ റിസപ്ഷനോ കാഞ്ചീപുരം സാരി മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അത് ഒരു കെട്ട് താലി ആ ഒരു നിമിഷം ഉടുക്കേണ്ട ഡ്രസ്സുകൾ വരെ ഇതിന് ഗൗൺസും അവൈലബിൾ ആണ്. അതെ, ഗൗണും ഉണ്ട് അല്ലെ? കോട്ടൺ. ഇനി വെഡിങ് വിട്ടിട്ട് നമുക്ക് ഒരു നോർമലിലേക്ക് വരാം. അതെ, അതും ബഡ്ജറ്റ് ഫുൾ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരേ ഡിസൈൻ ഒരേ ഇതിലാണല്ലോ. അതെ, നമുക്ക് ഡ്രസ് കോഡ് ആയിട്ട് അവൈലബിൾ ആണ്. സിംഗിൾ പീസ് ആയിട്ടും പർച്ചേസ് ചെയ്യാം. വെറും 398 മാത്രം. 389 റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. മൊത്തത്തിൽ കൊണ്ടുപോകണോ? ഒരു എണ്ണത്തിന് എത്രയാണ് റേറ്റ് പറഞ്ഞ?
389. അതും കോട്ടണില് ഫുൾ ഇങ്ങനെ വർക്കും പോയിട്ടുണ്ട്. വർക്ക് മീൻസ് അതിന് വീവിങ് പോയിട്ടുണ്ട് കേട്ടോ. സിൽവർ ജെറി വരുന്നുണ്ട്, ഗോൾഡ് ജെറി വരുന്നുണ്ട്. രണ്ടും ഉണ്ട്. രണ്ടും നമുക്ക് available ആണ്. രണ്ട് ചെറിയായാലും റേറ്റിന് മാറ്റം ഉണ്ടാ? ഒരു മാറ്റമില്ല. എത്ര റേറ്റ്? 389 ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ, എത്ര പീസ് ആണെങ്കിലും ഉണ്ട്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ 10, 20, 500 എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാനും പറ്റും. നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്കും ഉണ്ട്. ഇവിടെ ഗോഡൌൺ കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കും? എല്ലാം നമുക്ക് അടുത്ത് തന്നെയാണ്. എല്ലാം നമുക്ക് അവൈലബിൾ. ഇപ്പൊ മുകളിൽ തന്നെ കുറെ സ്റ്റോക്ക് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഗോഡൌൺ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ബോട്ടിക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഷോപ്പുകാരൊക്കെ ഹോൾസെയിൽ ആയിട്ട് കോട്ടൺ സാരീസ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എറണാകുളം മാർക്കറ്റിൽ നിന്ന് തെറ്റി കോട്ടൺ മാത്രല്ല, സിൽക്ക് സാരീസ് ആയാലും കോട്ടൺ ആയാലും ഷോപ്പുകാര്, കച്ചവടക്കാര്, ഹോൾസെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ റീറ്റെയിൽ കടക്കാര്, ബുട്ടിക്കാര്, സ്റ്റിച്ചിങ് യൂണിറ്റ്കാര്, അവർക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സാരീസ് ഹോൾസെയിൽ പ്രൈസിന് ബൾക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കോട്ടണിനെ തന്നെയല്ല, സിൽക്കിലായാലും അങ്ങനെ തന്നെ, പ്യുവർ സിൽക്കില്. ഇപ്പൊ കാഞ്ചീപുരം സാരീസ് എന്നൊക്കെ പറയുമ്പോൾ നോർമലി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന കാഞ്ചീപുരം ആ സ്ഥലത്ത് പോകണം, ഡയറക്റ്റ് വ്യൂവേഴ്സിന്റെ അടുത്ത് പോയി എടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റേറ്റിന് തന്നെ നമുക്ക് തരാൻ പറ്റും. അതും ബൾക്ക് പീസസ്, ബൾക്ക് സാരീസ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും. അതാണ് മെയിൻ പ്രത്യേകത ഈ ഒരു കരിഷ്മ സിൽക്സിന്റെ, അല്ലെ? അത് വേറെ പ്രത്യേകത, എറണാകുളം മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഷോപ്പിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പൊ പോണ വഴിക്ക് അങ്ങോട്ട് എത്രയേക്കാൾ മുന്നേ ഇങ്ങോട്ട് കേറിയിട്ട് പിന്നെ അങ്ങോട്ട് എത്തത്തില്ല. ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അങ്ങോട്ട് എത്തണം? ഇല്ല. അതാണ്. ഇനി അടുത്ത കളക്ഷൻ നോക്കിയില്ലേ, അതുപോലെ തന്നെ ഈ 898 മാത്രം റേറ്റ് വരുന്നതായിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. കോട്ടണിൽ വരുന്ന വെറൈറ്റീസ് ആണ്. ഇത് ഫുൾ 899 ഈ കാണുന്നത് മൊത്തം? അതെ, ഇത് ഫുൾ 898 മാത്രം റേറ്റ്. 898. ഓക്കെ. ഈ കാണുന്ന കോട്ടന്റെ സാരി എല്ലാത്തിലും 898 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് റീറ്റെയിൽ പ്രൈസ് ആണ് പറയണത്. ഇത് ബൾക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റിനും മാറ്റി വരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്യാനല്ലേ. ഇതാണ് ഫുൾ വീവിങ്ങോട് കൂടിയിട്ട് കളേഴ്സ് ഉണ്ട്. ഇഷ്ടം പോലെ കളേഴ്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഇത് രണ്ടും ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന വീവിങ് ചെയ്തിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിന്റെ എത്ര വേണം? 898 പിടിച്ചോ. 898 ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇതാ 898. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്വന്തമായിട്ട് തുറന്ന് മേത്ത് വെച്ച് നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളി കളക്ഷൻസാണ് വരുന്നത്. വെറും 898 പറയുമ്പോ ഒരു സുഖല്ലേ, ആഹാ അല്ലേ? അതുപോലെ തന്നെ കോട്ടണിൽ തന്നെ ഒരു കാശ്മീരി വീവിംഗ് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ. അതുകൂടാതെ യൂണീക്ക് ആയിട്ട് വേറൊരു പാറ്റേണും കൂടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത്, പക്ഷെ ഇത് വീവിംഗ് ആണ് കേട്ടോ. ഇത് ശരിക്കും പ്രിന്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷെ ഇത് പ്രിന്റ് അല്ല, വീവിംഗ് ആണ്. പ്രിന്റ് അല്ല, വീവിങ്ങിലാണ്. അതും കോട്ടന്റെ മെറ്റീരിയലില്. അപ്പൊ കശ്മീര് വേണോ എംബോസ് വേണോ, പ്രിന്റ് വേണോ, വീവിംഗ് വേണോ, ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ. കോട്ടൺ ബേസിലുള്ള ഐറ്റംസ് ആണ് അല്ലെ? അതെ. ഓക്കെ. ഇത് മാത്രമല്ല, ഈ കശ്മീരിന്റെ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടൂട്ടോ. ഇത് കാണുന്നത് മൊത്തം അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. കശ്മീരി സ്റ്റൈലിലുള്ള കോട്ടണിൽ വരുന്ന വർക്ക്സ് ആണ് കേട്ടോ ഫുൾ വരുന്നത്. ഇത് ഇഷ്ടപ്പെടുന്നവരും കുറെ പേരുണ്ട്. പിന്നെ ഇത് വേറെ ഏതാ കോട്ടൺ പറഞ്ഞത്? വേറെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ആണ്. യൂണിഫോം ആയിട്ട് ഡ്രസ് കോഡും ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ് കോഡായിട്ട് ടീച്ചേഴ്സ് കോട്ടണിൽ തന്നെ ടീച്ചേഴ്സ് സ്കൂൾക്കാര് ഒരേപോലെ യൂണിഫോം ആവശ്യപ്പെടുന്നവരാണെങ്കിൽ അവർക്കും അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല ഷെയ്ഡ് അല്ലേ, എന്ത് രസമാണ്. ഇതിന് തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കോട്ടന്റെ തന്നെ അതിന് തന്നെ ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പൊ നമുക്ക് ഒരു പീസ് ടീച്ചർമാരൊക്കെ ആകുമ്പോൾ യൂണിഫോം പോലെ വേണമെന്ന് പറയുന്നവർക്കാണെങ്കിൽ അതും അവൈലബിൾ. അത് കോട്ടൺ മാത്രമല്ല, നമുക്ക് ഏതൊരു ഇപ്പൊ സോഫ്റ്റ് സിൽക്ക് ആയാലും ആർമി പട്ടായാലും കാഞ്ചീപുരം ആയാലും ഏത് വേണമെങ്കിലും നമുക്ക് യൂണിഫോം ഡ്രസ് കോഡായിട്ടൊക്കെ ചെയ്തു തരാൻ പറ്റും. കസ്റ്റമേഴ്സ് അല്ലേ? ഞാൻ വരട്ടെ അങ്ങോട്ട്. ഞാൻ വന്നോ, ഇതും കൊണ്ട് പോവാതെങ്കിൽ ശരിയാവില്ല. നല്ല രസമുണ്ട് കേട്ടോ, ഭംഗി നോക്കിയതാ. ഓക്കെ. എവിടെയാ വീട്? വൈറ്റില്ല. എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴും? അയ്യോ, ഞാനില്ലാതെ വിചാരിച്ച. കണ്ടിട്ടുണ്ടോ? അടിപൊളി. താങ്ക് യു. വാ. നാണാണോ? ഫ്രണ്ടാണോ? ഓക്കെ. നിങ്ങൾ എങ്ങനെയാ ഇവിടെ അറിഞ്ഞു വന്നത്? എങ്ങനെയാ? ഞങ്ങൾ റീൽസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിസിയോ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ, അതേപോലെ തന്നെ അതിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ടു. കസ്റ്റമർ ആണ് ഇവിടെ. അപ്പൊ അങ്ങനെ വിളിച്ചത്. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെ കണ്ടുവന്നു, ഏത് കണ്ടോ ഒന്നും നമുക്കറിയണ്ട. ഇനി
റേറ്റും ക്വാളിറ്റിയും അതിനെ കുറിച്ച് സൂപ്പറാണ് ഫോർമൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ഫോർമൽസ് ആണ് കൂടുതലും ആവശ്യമുള്ളത്. അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്, നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട്. റേറ്റ് നല്ല കുറവില്ലേ? ഇപ്പൊ ഫോർമലിലായാലും കാഷ്വലിലായാലും വെഡിങ് ആയാലും എന്തിനായാലും. ബാക്കി നിങ്ങൾ വെഡിങ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാ? ചെക്ക് ചെയ്തിട്ടുണ്ട്, ആളെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിട്ടേ. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചത് തന്നെയല്ലേ? ഇത് വേറെയാണ്, പക്ഷെ ഇതുപോലത്തെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണോ? അല്ലേ? ഇതുപോലത്തെ ലുക്കും ഇതുപോലത്തെ ഇനി ഇത് വേണോ അത് ചൂസ് ചെയ്യേണ്ടത് അവരാണ്. അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ ഈ കരിഷ്മ സിൽക്കിനെ കുറിച്ചിട്ട്. കരിഷ്മ സിൽക്സ് അടിപൊളിയാണ്. ഞങ്ങളെപ്പോലുള്ള വർക്കിംഗ് വുമൻസിന് സൂപ്പറാണ്. ഇവിടെ വന്ന അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിനപ്പുറം എന്താണ് പേര് പറഞ്ഞോടാ? സൗമ്യ. നീനു. താങ്ക് യു സോ മച്ച്. എനിക്കത് വെച്ചോണ്ടപ്പോഴേ നല്ല അടിപൊളിയായിട്ട് തോന്നി. അതാണ് പിന്നെ അതൊന്നൊന്ന് വെച്ച് നോട്ടെ. ഇതാണ് ഇപ്പൊ ചൂസ് ചെയ്തത്. കോട്ട് സെറ്റ് അല്ലേ? ഇത് ടോപ്പ് മാത്രമായിട്ട് പാന്റ് കൂടിയില്ലേ ഇതിന്? കോട്ട് സെറ്റ്. അതെ പാന്റും കൂടി 2 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. നല്ല ഭംഗിയിലെ ഇപ്പോഴത്തെ കോട്ട് സെറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. റേറ്റ് അറിയോ? ചോദിച്ചില്ലല്ലേ? ഭംഗി കണ്ടപ്പോ പിന്നെ ചോദിക്കാൻ തോന്നിയാ. റേറ്റ് നമുക്ക് അറിയാം, ഓൾറെഡി റേറ്റ് കുറവാന്ന്. ഇനി കൂടുതലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഭംഗിയുണ്ട്, അത് എടുത്തോ. നല്ല രസമുണ്ട്, അടിപൊളി. ഇനി നമുക്ക് അടുത്ത കളക്ഷൻസിലേക്ക് വരാം. ഓക്കെ. ഇത് നമുക്ക് ബനാറസി സാരീസ് 998 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 998 രൂപ മുതൽ. ബനാറസിയില് 1200 1300 ഒക്കെ ഇല്ലേ? ആ ബനാറസിക്ക് പറയണത് ഉള്ളി 999 ഈ ഒരു ഫുൾ കളക്ഷൻ വരുന്നത് ബനാറസിയില്. അപ്പൊ ഇതൊക്കെ സോഫ്റ്റ് ടച്ചിൽ വരുന്നതാണ്. ബനാറസിയിൽ തന്നെ നമുക്ക് മെറ്റീരിയൽസും മാറ്റമുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം എന്താ ബനാറസിയില. ഇത് കാണുന്നത് മൊത്തം ബനാറസിയില് ഡിഫറെന്റ് കളേഴ്സ്. ഇതില് വീവിങ് വ്യത്യാസം ഉണ്ട് അല്ലേ? ഒരു ഇത് ബ്ലാക്കാ? അതെ, ഡിഫറെന്റ് പാറ്റേൺസ് നമുക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് ചാർക്കോളിന്റെ വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ബനാറസിയിൽ തന്നെ നിങ്ങൾക്ക് എത്ര മോഡൽസ് വേണമെങ്കിലും ഉണ്ട്. ബനാറസിയിൽ തുണിക്കും വ്യത്യാസം വരുന്നുണ്ട്. വിസ്കോസിലുണ്ട്, പിന്നെ ജോർജറ്റിൽ വരുന്നുണ്ട്, പിന്നെ ഷിനോൺ ഫാബ്രിക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഫാബ്രിക്സിൽ അവൈലബിൾ ആണ്. അതും ബനാറസിയിൽ കേട്ടോ. ബനാറസിയുടെ റേറ്റ് ഒന്നുകൂടി പറഞ്ഞേ. 998 രൂപ മുതൽ. അയ്യോ എന്ത് രസമല്ലേ, നമുക്ക് കേൾക്കാനും സുഖം, പറയാനും സുഖം. ഇനി നമുക്ക് അടുത്ത സാരിയുടെ സെക്ഷനിലേക്ക് കിടക്കാം. സാരീസ് കണ്ടാലും തീരില്ല. എന്നാലും ഇനി കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ ആണോ ഇപ്പൊ ഈ ഇരിക്കുന്ന സാരികൾ മൊത്തം? ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്യുവർ സിൽക്ക് സാരീസ് ആണ്. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയണമെങ്കിൽ പറയും ചെയ്യട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവര് ഓൺ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കണത്. ഇനി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ അതും ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ, നമ്മുടെ ഇഷ്ടത്തിനുള്ള വർക്ക്, എല്ലാ കാര്യം. അപ്പൊ പ്യുവർ സിൽക്ക് സാരീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കട്ടെ. അതില് പല എംബോസിംഗ് വരുന്നതും ഉണ്ട്, അല്ലാണ്ട് ബുട്ടാസ് ചെറി വർക്ക് വരുന്നതും ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതില് കളേഴ്സും അവൈലബിൾ, കോൺട്രാസ്റ്റ് വരുന്നുണ്ട്, ബോർഡർലെസ് ഉണ്ട്, ബോർഡർ ഇല്ലാത്തത്, ബോർഡർ, എങ്ങനെ ഒക്കെ ഡിഫറെന്റ് വർക്ക്സ് ആണ്. ഒക്കെ പ്യുവർ സിൽക്ക് ആണ്. ഇനി ഈ ഒരു പ്യുവർ സിൽക്കിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പുകാരാണ്, അവർക്ക് ബൾക്കായിട്ട് കുറവ് വേണം, അല്ലെങ്കിൽ ഒരു ബുട്ടിക്കാരാണ്, അവർക്കൊക്കെ ബൾക്കായിട്ട് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര ബൾക്കായിട്ട് നമുക്ക് പ്യുവർ സിൽക്ക് സാരീസ് നമ്മൾ ഡയറക്റ്റ് വീവറിൻ്റെ അടുത്ത് പോയി സെലക്ട് ചെയ്ത് വീവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടം വരെ ചെല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര വേണമെങ്കിലും പീസസ് എടുത്തു തരാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽക്കാർ മാത്രമല്ല, ഹോൾസെയിൽക്കാരും അല്ലെങ്കിൽ ഷോപ്പുകാര്, കച്ചവടക്കാര്, ബുട്ടിക്കാര് എല്ലാവർക്കും ഇവിടെ സ്വാഗതം. അപ്പൊ എന്താ വെച്ചാ ഒരൊറ്റ ആൾക്കാര് മാത്രം, റീസെയിൽക്കാരും മാത്രം നോട്ട് അലൗഡ്. അതെന്ന് വെച്ചാ ഓരോരോ ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ നമ്മള് അങ്ങനെയും ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. റീസെല്ലേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ഓൺലൈൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിലൂടെ സ്ക്രീൻഷോട്ട് അയച്ച്. ഓക്കെ, ആ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അല്ല, നമുക്കിവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എനേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പേഴ്സിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒട്ടുമിക്ക വീഡിയോസിലും നമ്മൾ നമ്പേഴ്സ് അറ്റാച്ച് ചെയ്യാറുണ്ട്. അതിലേക്ക് റീസെല്ലേഴ്സ് ഒരുപാട് പേരിങ്ങനെ ചുരുക്കം പറഞ്ഞ റീറ്റെയിൽ റീസെല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ്, കച്ചവടക്കാര്, ബുട്ടിക്കാര്, സ്റ്റിച്ചിങ് യൂണിറ്റ്കാര്, തുണിയില് ആവശ്യമുള്ളവരെല്ലാരും എല്ലാവർക്കും സമീപിക്കാം. കൂടുതലൊന്നും പറയണ്ട. അപ്പൊ എല്ലാം കിട്ടും, അതും റേറ്റ് കുറവിന് കേട്ടോ. അപ്പൊ പ്യുവർ സിൽക്കിന്റെ വെറൈറ്റി സാരീസ് ആണ് ഇപ്പൊ ഇരിക്കുന്നത്. ലേറ്റസ്റ്റ് കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് അവിടെ പോച്ചമ്പള്ളി ഡിസൈനിന്റെ കുറെ സാരീസ് ഇരിക്കുന്നുണ്ട്.
ഇതും എപ്പോഴും കാലകാലം ട്രെൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഒക്കെ തന്നെയാണ്. എന്നാലും ഇത് ഇവിടെയും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റും. അതെ, അഫോർഡബിൾ റേഞ്ചിൽ ഡിഫറെന്റ് കളർ പാറ്റേൺസിൽ അതും ജെറി വർക്കോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പോച്ചമ്പള്ളി നോർമലി കാണുന്ന ആ ഒരു ടൈപ്പിലല്ല, നമുക്ക് പാറ്റേൺസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിട്ടും പ്യുവർ ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്യുവർ ആവത്തുള്ളൂ. ഇപ്പോൾ തമിഴ്നാട് സാരിയും സൂററ്റ് സാരിയും ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മാക്സിമം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇത് സൂററ്റ് സാരിയാണ്, അല്ലെങ്കിൽ ഇത് തമിഴ്നാട് സാരിയാണ്. ഇത് പോച്ചമ്പള്ളി ആണെങ്കിൽ പോച്ചമ്പള്ളി ആണെന്ന് പറഞ്ഞിട്ട് മാത്രം തരുള്ളൂ. ഇല്ലാണ്ടത് നമ്മൾ ഇപ്പോൾ കാഞ്ചീപുരം എന്ന് എല്ലാവരും നോർമലി പറയാറുണ്ട്. ഇപ്പോൾ സിൽക്ക് സാരി എന്നാണ് മിക്ക സാരീസിനും പറയുന്നത്. നമ്മൾ സിൽക്ക് സാരി അല്ലെങ്കിൽ സിൽക്ക് സാരി പോലെ അങ്ങനെ പറയുള്ളൂ. സെമി സിൽക്ക് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ എല്ലാം ഡീറ്റെയിൽ തന്നിട്ടാണ് നമുക്ക് ഇവിടുന്ന് പർച്ചേസിങ് നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ വിടുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത് അല്ലേ. അതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഇനിയാണ് ഓണത്തിന്റെ കളക്ഷൻസ്. ഓണം വരാൻ പോവാണ്, അതിന്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സെറ്റ് സാരി സെറ്റും ഉണ്ട്. ഇത് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ, ഈ ഒരു ഡിസൈൻ. ഇത് കുറച്ച് വെറൈറ്റി ആണ്. ഇതല്ലാത്ത കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഈ ഏരിയയിൽ മൊത്തം സെറ്റ് സാരി സെറ്റും ഉണ്ട്. അതുപോലെ കൗണ്ടർ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഈ കൗണ്ടർ ഫുള്ളും സെറ്റ് സാരി സെറ്റും ഉണ്ട്. ഈ സെറ്റ് സാരി സെറ്റും ഉള്ള എന്താണ് വെറൈറ്റി? ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റേറ്റ് മാത്രം അറിഞ്ഞാൽ മതി. 298 മുതലാണ് സെറ്റ് മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 398 മുതലാണ് സെറ്റ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റോ? 598. അതൊന്ന് തുറന്നു നോക്കാം. ഇത് ഡിജിറ്റൽ വിത്തൗട്ട് ബോർഡറിൽ വരുന്നതാണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോ ഈ കാണുന്നതാണ് പ്രിന്റഡ് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത്. വിത്തൗട്ട് ബോർഡറിലാണ് വരുന്നത്. ഈ ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്കുകൾ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് 598 അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ തന്നെ കുറെ വർക്ക്സ് വരുന്നുണ്ട്. ജസ്റ്റ് സാമ്പിൾ പർപ്പസിന് കാണിച്ചിരിക്കണം. ഇനി വർക്ക് കാര്യങ്ങൾ ജസ്റ്റ് അറിയണമെങ്കിൽ ഇതൊക്കെ സെയിം ഡിസൈൻ അല്ലല്ലോ, പ്രിന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഞാൻ പറയാം, കാണുമ്പോ ഏകദേശം ഒരുപോലെയാണ്, തുറക്കുമ്പോഴാണ് ഇതിന് വർക്ക് അറിയുള്ളൂ. ഒക്കെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന വർക്കുകളാണ് കേട്ടോ ഈ കാണുന്നത്. അതെ, അതും ബോർഡർ ഇല്ലാത്തത് എല്ലാ തരം വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ബോർഡർ ഇല്ലാത്തത് കാണിച്ചു. ഇത് വെറും 498 മാത്രമേ ഉള്ളൂ. ടിഷ്യൂ സാരി 498 റുപ്പീസിന്. അതും ഈ കേരള ട്രഡീഷണൽ സാരി എന്ന് പറഞ്ഞ പക്ക എന്ന് പറയുന്നത് ഇതാ അല്ല. പിന്നീടാണല്ലോ പ്രിന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വന്ന് തുടങ്ങിയത്. അപ്പൊ ഇത് സാരിയിലും ഉണ്ട്, സെറ്റ് മുണ്ടിലും അവൈലബിൾ ആണ്. അതില് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് തൊട്ട് ഇങ്ങനെ ഒരു 10 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ പ്രിന്റുകളും അങ്ങനെ തന്നെ. അതെ, ഇതില് 2 സെറി വരുന്നുണ്ട്. സെറി 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും 2 കേട്ടോ. ഇത് കോട്ടൺ ആണെങ്കിൽ ഇത് ടിഷ്യൂ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വെറും 498 മാത്രമാണ്. അതുപോലെ 398 ഉണ്ട്. ഇത് കൂടാതെ വെറൈറ്റീസ് എംബ്രോയിഡറി പാറ്റേൺ വരുന്നത് ഇത് കണ്ടോ, ഫുള്ള് സെലക്ഷൻ ആണ്. എംബ്രോയിഡറിയിലുണ്ട്, പ്രിന്റിലുണ്ട്, അതുപോലെ ബോർഡർലെസ് ഉണ്ട്, വർക്കിലുണ്ട്. ഇത് നോക്കിയേ, ഇതൊരു വേറെ വർക്കാണ് കേട്ടോ. ഇതും എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത്. സെയിം ടോണിൽ തന്നെ വരുന്ന ഒരു വർക്കാണ്. എന്നാൽ ഇതിന്റെ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി സ്ട്രൈപ്പ് ആണെങ്കിൽ സ്ട്രൈപ്പ്, ചെക്ക് ആണെങ്കിൽ ചെക്ക്. 549 രൂപയ്ക്ക് സ്ട്രൈപ്പ് സാരി കേട്ടോ. ഇത് വിത്ത് ബ്ലൗസ് അല്ലേ വരുന്നത്? വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ആ കൗണ്ടറും കൂടി ഒന്ന് നോക്കിക്കോട്ടെ. ഈ കാണുന്നത് മൊത്തം സെറ്റ് സാരി സെറ്റ് മുണ്ടിന്റെ ഒരു സെക്ഷൻ ആണ്. എന്നാൽ നമുക്ക് ഇവിടെ ക്യാഷ് കൗണ്ടറും കൂടിയാണത് അല്ലേ? എല്ലാം കൂടി ഡ്രസ് കോഡായിട്ടും കൊടുക്കുന്നുണ്ട്. സെറ്റ് മുണ്ടും സെറ്റ് സാരീസും എല്ലാം. ഓക്കെ, അപ്പൊ ഡ്രസ് കോഡ് കൂടാണ്ട് ഇപ്പൊ സാരീസ് ഒരെണ്ണം മേടിച്ചു, ഇതിലേക്ക് ബ്ലൗസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ബ്ലൗസ് പീസസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസസ് ആൻഡ് ബ്ലൗസ് ബിറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് ബിറ്റ് ആയിട്ട് അല്ലേ? പക്ഷെ ഇത് ഒരുമിച്ച് എടുക്കണമെന്നില്ല. അതിൽ പലതരം പ്രിന്റ്സ് അജ്ജലൊക്കെ ഉണ്ട്, കലംകാരി ഉണ്ട്. ഇതിന് ഏത് വേണമെങ്കിലും മാച്ച് ചെയ്തിട്ട് ഇതാ ഇതുപോലെ സെറ്റ് സാരി വെക്കുക. ഇതുപോലെ മാച്ച് ആയിട്ട് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് എത്ര മീറ്റർ ഉണ്ട്? 1 മീറ്ററും? അതെ, 1 മീറ്റർ ആണ് വരുന്നത്. വെറും 69-79 റുപ്പീസ് മാത്രം റേറ്റ് വരുന്നത്. 69 only, 79 only. ഇതിനാ? അതെ, അടിപൊളി. 69 only, 79 only. അപ്പൊ 69 ആണ് കേട്ടോ പെർ മീറ്റർ വരുന്നത് ബ്ലൗസ് ബിറ്റിന്. അത് കൂടാതെ നമുക്ക് ഈ കളർ മാച്ചിങ് ആയിട്ടുള്ളത് ഇത് 2x1 2x2 2x2. ഇതും ബ്ലൗസിന് മൂവിങ് ആയിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് മുറിച്ചെടുക്കാം. ഇതല്ലാത്ത വർക്ക് വരുന്ന കുറെ വർക്കുകൾ തന്നെ. അപ്പൊ നേരത്തെ കാണിച്ചത് ഇത് കോട്ടൺ ആണ്. അതുപോലെ ഫാൻസിയില് ബ്ലൗസ് വരുന്നുണ്ട്. ഇതാ അതും പേസ്റ്റൽ ഷെയ്ഡ്. കളേഴ്സും മാച്ചിങ് ഉണ്ട്. ഗ്ലാസ് വർക്കിൽ വേണോ, മിറർ വർക്ക്
ഫോയിൽ പ്രിന്റിൽ വേണോ സീക്വൻസ് വർക്കിൽ വേണോ? കച്ച് വർക്ക് വിത്ത് മിറർ. കച്ച് വർക്ക് വിത്ത് മിറർ. ഇതൊക്കെ കൂടുതൽ ഓണം ടൈമിനാണ് പോകുന്ന ഒരു സംഭവം അല്ലേ? അപ്പൊ അതൊക്കെ ഫുൾ ബ്ലൗസസിന്റെ ഈ ഒരു കൗണ്ടർ ഫുൾ ബ്ലൗസിന്റെ കൗണ്ടർ കേട്ടോ. അപ്പൊ ആവശ്യം അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം, മുറിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്, എല്ലാതും ഉണ്ട്. ഇത് നന്നായിട്ടല്ലോ. ഇതും സാരി തന്നെയല്ലേ? ഇതെന്ത് സംഭവം? അത് ഇത് ചുടിദാർ മെറ്റീരിയൽ അല്ലേ? ആ, ഓണത്തിന്റെ ചുടിദാർ മെറ്റീരിയൽ ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ഇത് ഉള്ളിൽ ഇതിന്റെ ദുപ്പട്ട, ഇത് പാന്റ്, അതുപോലെ ഇത് ഷോൾ, അങ്ങനെ കോട്ടനും ടിഷ്യും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ഇതെന്താ മുറിച്ചെടുക്കാണോ അതല്ലേ? ഇങ്ങനെ റോൾ ആയിട്ടുള്ളതാ. ഈ റോൾ അങ്ങനെ തന്നെ എടുക്കണം എന്നില്ല, ആവശ്യം അനുസരിച്ചിട്ട്. ഇവിടെ ചേച്ചി മുറിക്കാൻ നിൽക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ നോക്കിയേ, ആളെ പിടിക്കും കുമ്പിട്ടില്ലേ? ഇത് ചേച്ചി ഇങ്ങനെ നോക്ക്, തിരിയൊരാ ഇവറി കത്ര നിലത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ അവര് വിചാരിക്കും കുത്താനാന്ന് വിചാരിക്കും. ആ, ഇത് വിത്ത് ബ്ലൗസ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്, പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക്. ഇനി ഇതാണ് 398ന്റെ സെറ്റ് സാരി. ഓ, 398 പറിച്ചിൽ മാത്രമല്ല ഞങ്ങൾ കാണിച്ചു കൂടി തരുത്. 398ന്റെ സാരി കേട്ടോ. അപ്പൊ ഇത് ഇത്രയും വീതിയിൽ വരുന്ന കസുവില് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ സാരീസിന്റെ കളക്ഷൻസ് കുറവില്ല. ഇനി നമുക്ക് വെസ്റ്റേൺ പിടിച്ചാലോ? പിന്നെ എത്നിക് അവിടെ നിൽക്കട്ടെ. എത്നിക്കും ഉണ്ട്, വെസ്റ്റേണും ഉണ്ട്, കൊറിയനും ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കുറച്ച് കൊറിയൻ ടോപ്സ് ഒക്കെ കണ്ടാലോ? ആ, അപ്പൊ അങ്ങനെയാവട്ടെ. നമ്മളിപ്പോ കേരളത്തിലാണോ കൊറിയയിലാണോ? മൊത്തത്തില് സ്ഥലം മാറിയാ? ഇതെന്തത്? കൊറിയൻ സുന്ദരികൾ. ആഹാ, ഇതൊക്കെ എന്താ വില കുറവുണ്ടാ മക്കളെ? കൊറിയയില് പറയണല്ലോ. കൊറിയ ഭാഷ അറിയോ? പറ. കൊറിയൻ ഭാഷ അറിയില്ല. നിങ്ങൾക്ക് അറിയോ? തനി മലയാളി. മലയാളത്തിലെ നിന്ന് പറഞ്ഞേ അതോ അറിയില്ലേ? നാണക്കേട് മൊത്തത്തിൽ. ഏത് ഭാഷ അറിയാം? എല്ലാ ഭാഷ അറിയാം. ഓ, സമാധാനം. മലയാളത്തില് 2 വാക്ക്, ഹിന്ദിയില് 2 വാക്ക്, എന്തെങ്കിലും പറ. ഹിന്ദി അറിയില്ല, മലയാളം അറിയാം. ആ, മതി, സമാധാനം. മലയാളം അറിയാം. മലയാളിയാണ്. ഇനി ചറവറാന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ കാണിച്ചെന്നേ. എന്താണ് വെറൈറ്റി പറയും? ഇതൊക്കെ വെറും 149 രൂപ വരുന്നതായിട്ടുള്ള ടോപ്സ് ആണ്. ഈ ടോപ്പിനാ? അതെ, 149. അതെ, 149 ഉള്ളി. ഒള്ളി 149. അപ്പൊ സൈസ് ഡിഫറെന്റ് സൈസസ് നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോ മാം കൈ പിടിച്ചിരിക്കുന്ന മീഡിയം സൈസ് ആണ്. സൈസസ് അവൈലബിൾ, ഫ്രീ സൈസ് അല്ല. അപ്പൊ 149, 149 തനി മലയാളത്തിൽ പറയാ. എന്താ റേറ്റ് എന്ന് പറഞ്ഞേ? 149 മലയാളത്തിലാ ചോദിച്ചേ? 149. അങ്ങനെ പറ. അങ്ങനെ. അപ്പൊ 149ന്റെ അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. എത്ര വെറൈറ്റീസ് വേണമെങ്കിലും ഉണ്ട്. ജസ്റ്റ് ഹിന്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് ഇതും 149ന്റെ കളക്ഷൻസ് ആ വരുന്നത് കേട്ടോ. അത് കൂടാണ്ടുള്ള കളക്ഷൻസ് ഇതുപോലത്തെ കൊറിയൻ ടോപ്സും അവൈലബിൾ ആണ്. ഒറിജിനൽ ഇമ്പോർട്ടഡ് കൊറിയൻ ടോപ്സ് ഒക്കെയാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊറിയൻ ടോപ്സുകളില്ലേ? ഒറിജിനൽ കൊറിയൻ ടോപ്സ് എന്നുവെച്ചാൽ കൊറിയന്ന് ഡയറക്റ്റ് ഇവിടേക്ക് വന്നിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് വേണ്ടിട്ട്. അപ്പൊ നമ്മൾ കൊറിയനിൽ പോയിട്ടില്ല. അതാണ്. ഓക്കെ. ഇതെന്താ സംഭവം? 389ന്റെ കളക്ഷൻ. അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ. ഇനി അല്ല, നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന എന്താ സംഭവങ്ങള് പറ. ബോഡിക്കോണിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്. അത് സ്റ്റാർട്ടിംഗ് 398 മുതലാണ് വരുന്നത് കളക്ഷൻസ്. എവിടെ കളക്ഷൻസ് എടുക്കും? ബോഡിക്കോൺ കളക്ഷൻസ്. അപ്പൊ ബോഡിക്കോൺ ജസ്റ്റ് റാമ്പൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നും നടന്നേ. ബോഡിക്കോൺ ഡ്രസ്സസ് വാ. ബോഡിക്ക തിരിഞ്ഞോ ക്യാമറയിൽ വിട്ടോ. അങ്ങനെ നീ കയറി നോക്കട്ടെ. ബോഡിക്കോൺ ഡ്രസ്സസ് ഓൺലി 398 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് കൂടാതെ ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന കാണിച്ച ടോപ്പില്ലേ, ആ ടോപ്പാണ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത്. നടത്തിക്കുന്നില്ല വാ. ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത്. ഓക്കെ. ഇത് പിടിച്ചോ ചേട്ടന്മാരെ. ഒന്ന് സ്പീഡിൽ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് വേഗം കാണിച്ചതാ. ഇതൊക്കെ ബോഡിക്കോണിന്റെ വെറൈറ്റീസ് ആണ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് 398ന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ തപ്പി പിടിച്ച 398ന്റെ ബോഡിക്കോൺ ഡ്രസ്സസ്. ഇത് കൂടാണ്ടുള്ള കളക്ഷൻസ് വെറൈറ്റികൾ കുറെ ഉണ്ട് കേട്ടോ. കൊറിയനിൽ വരുന്ന ഐറ്റംസ് ചെറുപറാന്ന് ഇങ്ങനെ കാണിക്കേ. കൊറിയൻ ടോപ്സുകൾ കേട്ടോ. അപ്പൊ സൈസസ് അവൈലബിൾ ആണ്. ഇത് പിന്നെ നമുക്ക് നമ്മുടെ സൈസസ് അനുസരിച്ച് ഷേപ്പ് അനുസരിച്ചിട്ട് കിടന്നോളൂ. ഫ്രീ സൈസസും ഉണ്ട്, എന്നാൽ മീഡിയം സൈസസും അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക് വെൽവെറ്റിന്റെ കേട്ടോ. ഒക്കെ ഇമ്പോർട്ടഡ് ആണ് വരുന്നത്. കൊറിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതിൽ വെറൈറ്റീസ് മോഡൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊറിയനിൽ വരുന്നത് വെറൈറ്റി കളക്ഷൻസ് ആണ്. ക്രോഷ്യയുടെ വർക്ക് വരുന്നതും ഉണ്ട്. ക്രോഷ്യ ടോപ്സും ഉണ്ട് കേട്ടോ. കാര്യം ഒന്ന് പറഞ്ഞോടി. ഇതിലും ഉണ്ടോ ഹോൾസെയില്? ഇതിനെല്ലാം ഹോൾസെയിൽ അവൈലബിൾ ആണ്. എത്ര പീസ് ഒക്കെ എടുക്കണം? അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും
എന്നുവെച്ചാൽ കച്ചവടക്കാർക്ക് കച്ചവടക്കാർക്ക് ഇതിപ്പോ കച്ചവടം നടത്തുന്നവർക്ക് ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് നമുക്ക് ബൾക്ക് പീസായിട്ടും കൊടുക്കാൻ സാധിക്കും അല്ലെ. എന്നാൽ സിംഗിൾ പീസായിട്ടും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ചുരുക്കം പറഞ്ഞത് ഒരു ഹോൾസെയിലും റീറ്റെയിലും ആണ്. ഓക്കെ, ഇത് വെറൈറ്റി കൊണ്ട് വെറൈറ്റി. അപ്പൊ അത് കൊറിയൻ ടോപ്പുകൾ പിടിച്ചോ കൊറിയൻ ടോപ്സ്, ടാൻ ടോപ്സിലും എങ്ങനെ സൈസസ് വരുന്നത്? അടിപൊളി. ഇതിന് കൂടെ എന്താ ഇടാ അടിയില്? നിങ്ങൾക്കറിയാലോ, ജീൻസ് ഇടാം, സ്കേർട്ട് ഇടാം. കണ്ട ടിപ്സുകൾ പറഞ്ഞു തരാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഷോർട്സ് യൂസ് ചെയ്യാം, ഒന്നും പറ്റിയ ചെറിയ ഒരു ജീൻസിന്റെ ട്രൗസർ യൂസ് ചെയ്യാം. ഓ എന്താ രസല്ലേ. കൊറിയൻ ടോപ്സുകൾ കേട്ടോ. ഇതാ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇത് കാണിച്ചാലും തീരില്ല കേട്ടോ. അപ്പൊ ഒന്ന് നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിക്കുക. ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരാ, അതിന്റെ ഇരട്ടി കൊണ്ടുപോവാ അല്ലെ. ഇതാ അപ്പൊ കൊറിയൻ സെക്ഷനായി. അപ്പൊ ചാച്ച ബൈ ബൈ. അപ്പൊ ഇത് കൂടാണ്ട് ഇനി ഇതെന്താ വരുന്നത്? ചുരിദാർ മെറ്റീരിയൽസ് ആണ്. 398 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽസ് തയ്ച്ചിടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് കൊറേ ഉണ്ടല്ലേ? കലങ്കാരി പ്രിന്റ് വരുന്നുണ്ട്, അജർക്കിന്റെ പ്രിന്റ് വരുന്നുണ്ട്. ഇത് മൊത്തം കേട്ടോ. അപ്പൊ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ്, അതും സ്റ്റിച്ച് ചെയ്തിട്ട് എത്ര റേറ്റ് ഏകദേശം? 398 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൺസ്റ്റിച്ചഡ്. ഓക്കെ, അപ്പൊ അതിന്റെ കളക്ഷനായി ഞാനൊന്ന് ഓടിപ്പിച്ച ഒരു ഹിന്റ് കാണിക്കണം കേട്ടോ. മെയിൻ ഫോക്കസ് ഞാൻ കൂടുതൽ സാരീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മെൻസ് വെയറിന്റെ ഒരു സെക്ഷൻ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇതെന്തത്? ഇത് നമ്മുടെ കിഡ്സിന്റെ ഫ്രോക്ക് വെറൈറ്റീസ് ആണ്. അത് കിഡ്സിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ കിഡ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു. ഇതൊക്കെ മടക്കി വെച്ചല്ലേ കിഡ്സിന്റെ ഉടുപ്പുകൾ. ആ ഡിജിറ്റലിന്റെ പ്രിന്റ് വന്നിട്ടുള്ള അതിൽ തന്നെ സെയിം ഹാൻഡ് വർക്ക്. ഈ ഹാൻഡ് വർക്ക് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഇത് ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്. അതിൽ ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണ്? ഇത് 18 സൈസസ് തൊട്ട് 16 to 34, 36 സൈസസ് വരെ ഉണ്ട്, അവൈലബിൾ ആണ് കിഡ്സിന്റെ കേട്ടോ. അപ്പൊ കോട്ടണിലും ടിഷ്യൂലും രണ്ടിലും വരുന്നുണ്ട്. ഇതും ഫുൾ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് പാകാവില്ല. ഇത് 34 സൈസാ അല്ലേ? 34 സൈസ്. കുറച്ച് ഒരു സൈസും കൂടി കൂട്ടി കഴിഞ്ഞാൽ ആൾക്ക് പാകായി. കറക്റ്റ് ആണ്. അതെ, ഹാൻഡ് പാച്ച് വർക്ക് കേട്ടോ. പാച്ച് വർക്ക് വരുന്നതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് കിഡ്സിന് വേറെയും കളക്ഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഓണം ഓണം ആയതുകൊണ്ട് നമ്മളൊരു ഓണത്തിന്റെ ഒരു ഹിന്റ് തന്നതാ. അല്ലാത്തയും വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോയാലോ? നെക്സ്റ്റ് നമുക്ക് ഫോർമൽ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിന് മുന്നേ ഒരാൾ പിന്നിൽ നിൽക്കണ്ട. അതൊന്ന് നോക്കിക്കോ. ഞങ്ങൾ വന്നപ്പോ തൊട്ട് നോട്ടിട്ട് വെച്ചത് എന്ത് രസമാണ് കാണാനായിട്ട്. അടിപൊളി ഒരു ഷർട്ടും അതിന്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു മുണ്ടും. സൂപ്പർ ഒരു കളക്ഷൻ. ഇതിന്റെ വെറൈറ്റീസ് കിട്ടണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറി നോക്കുക തന്നെ വേണം കേട്ടോ. ഫുൾ കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫോർമലിക്ക്. അതിന് മുന്നേ കുറെ നേരം എന്നെ കൂടി ഞാൻ വീഡിയോയിൽ എടുത്തോട്ടെ പ്ലീസ്. ഓൺ ഡ്യൂട്ടിയില്ല. അത് കളിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊന്ന് പറഞ്ഞു. ഇതില് വോയിസ് മാത്രം മതി. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. എസ്പെഷ്യലി തൃപ്പൂണിത്തുറ ഒരു ഷോപ്പിലെല്ലാം പോയതെല്ലാം കാണാറുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൺ ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. ഇതെന്താ കുറെ ഐറ്റം ഒക്കെ ആയിട്ട് വരുന്നത്? കുറെ ഇതുപോലെ ഒക്കെ കളർഫുൾ ആയിട്ട് കാണുന്നുണ്ടല്ലേ. ഇതെന്താ സംഭവം? ഇത് കംപ്ലീറ്റ് 198 ഷോർട്ട് നൈറ്റീസ് ആണ്. ഫ്രോക്ക് നൈറ്റി. അതെ, ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ, only 149. 198 സോറി 198 ഫുൾ അടിപൊളി ഫ്രോക്ക് നൈറ്റീസ് ആണ്. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടാൽ നമുക്ക് തൃപ്തിയാവില്ല. നമുക്ക് എന്തായാലും തുറന്നു കാണിക്കണം. അതെ, തീർച്ചയായിട്ടും. ഈ ചടപടാ ഇതെന്തിനാ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് ഒക്കെ ഉള്ളതല്ലേ? പടാന്ന് ഇങ്ങനെ പിടിക്കുക. എത്ര? 198 only 198 നമുക്ക് ഫ്രോക്ക് നൈറ്റികൾ കേട്ടോ. അതിന്റെ ഏത് പ്രിന്റ് വേണമെങ്കിലും അവൈലബിൾ ആണ്. only just 198. അതിന് കുറെ മോഡൽസ്, കുറെ പ്രിന്റ്സ്. അജ്രക്കിൽ വരുന്നുണ്ട്, കലംകാരി, അങ്ങനെ കൂടുതൽ അജ്രക്കാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. കണ്ടോ? അപ്പൊ ഇതും നല്ല മെറ്റീരിയൽ ആണ്, എഫോർഡബിൾ ആണ്. നമ്മുടെ ജസ്റ്റ് ഇതിന്റെ തന്നെ ബ്രാൻഡഡ് വെറൈറ്റീസ് ഉണ്ട്. ഇൻസ്റ്റൈലിൽ തന്നെ ഷോർട്ട് ഫ്രോക്കുകളും ഉണ്ട്. ഞാൻ അതിന് ചോദിക്കാൻ വന്നേ. ഇതൊക്കെ എന്ന് പറയുമ്പോ സാധാരണക്കാരും ബ്രാൻഡഡ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പിന്നെ അവർക്ക് എന്താണ് ഓപ്ഷൻ? അവർക്ക് നിങ്ങൾക്ക് ഒന്നാം തന്നെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഉണ്ടോ? ബ്രാൻഡഡ് ഉണ്ട്, എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഷോർട്ട് ഫ്രോക്കിന്റെ തന്നെയാണെങ്കിലും ബ്രാൻഡ് ഉണ്ട്. ഇൻസ്റ്റൈലിന്റെ ഷോർട്ട് ഫ്രോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ ബ്രാൻഡഡ് ഐറ്റംസ് സാധാരണക്കാർക്ക് ഇടാൻ വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഷോപ്പ് ഉള്ളത്. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറുകളോ ലഭ്യമാണ്. ഗിഫ്റ്റ് വൗച്ചർ. അതെ, സമ്മാനം ഉറപ്പായിട്ടുണ്ടോ? അല്ലെങ്കിൽ വെറുതെ ഒരിക്കലും മാത്രമാണോ? അല്ലല്ല,
നമുക്ക് ഒരിക്കലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ല. എന്ത് പഠിച്ചാലും അതിന് കൂപ്പൺ ഉണ്ടായിരിക്കും. ആ കൂപ്പണിൽ കൂടെ നമുക്ക് ഉറപ്പായ സമ്മാനം. അതെ, ഉറപ്പായ സമ്മാനം. ഒന്നെങ്കിൽ ഉറപ്പായ സമ്മാനം, അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടുകൾ, എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ്. ഒന്നില്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. അതെ, അത് നമുക്കാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഡിപ്പെൻസ് ബ്രാൻഡുകൾ നിങ്ങൾ ഏത് ബ്രാൻഡാ ചൂസ് ചെയ്യണം അതിനനുസരിച്ച് ഡിപ്പെൻഡ് ആണ്. അപ്പൊ ഏത് ബ്രാൻഡ് മേടിച്ചാലും അതിൽ ഉറപ്പായ സമ്മാനം ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ? അതെ, അടിപൊളി, ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തിൽ. ഇത് കൂടാണ്ട് ഈ സൈഡിൽ മൊത്തം കുർത്തീസിന്റെ സെക്ഷന്, വെസ്റ്റേൺ വെയർസ്, കോട്ട് സെറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ കാണിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത്. ഇതിന്റെ റേറ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? കോട്ട് സെറ്റ് അല്ല, ഇത് കുർത്തിയാ. ഇത് ജസ്റ്റ് ഒരു കുർത്തിയാണ്. ഇത് നോർമൽ ഒരു 900, 800, 900, 498 ഉള്ളി. ബൾബ് കത്തിയില്ലേ? 498 ഉള്ളി. ഇതൊക്കെ 498 കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓണം വെറൈറ്റീസ് ആയിട്ട് 498 കുർത്തി ഉണ്ട്. ഇത് 498. അതെ, 498. അപ്പൊ ഓണത്തിന് വേണമെങ്കിൽ ഇതിടാം, അല്ലാത്ത ടൈമിൽ അത് വേണമെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യാം. എല്ലാത്തിനും റേറ്റ് കുറവാ. പിന്നെ ഇവിടെ 365 ഡേയ്സ് നമുക്ക് എപ്പോഴും റേറ്റ് കുറവായിരിക്കും. അങ്ങനെ ഇപ്പൊ ഓണം പ്രമാണിച്ചുള്ള ഒരു ഓഫർ മാത്രമല്ല കേട്ടോ. കരിഷ്മ അല്ലെങ്കിൽ ബിസിയോ ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ പേര് തെറ്റി പറയുന്നു കേട്ടോ. കാരണം ഇത് ഏത് ഷോപ്പിൽ പോയാലും 365 ഡേയ്സ് നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് ഉള്ള ഒരു ഷോപ്പും കൂടിയാണ്. അല്ല, മാക്സിമം എപ്പോഴും റേറ്റ് കുറവായിരിക്കും. റേറ്റ് ഡിസ്കൗണ്ട് അല്ല, ശരിയാ. എന്ന് വെച്ചാൽ ബ്രാൻഡുകൾക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അല്ലാതെ നമ്മുടെ പ്രൈസ് എപ്പോഴും നോർമൽ പ്രൈസ് ആയിരിക്കും. ആ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഐറ്റമില് റേറ്റ് കുറവിന് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതെ, ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാക്സിമം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റേറ്റിൽ, കുറഞ്ഞ റേറ്റിലായിരിക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോർമൽ ആയി. അതുകൊണ്ട് ഡിസ്കൗണ്ട് അഫോർഡബിൾ എന്നൊക്കെ നമുക്ക് ഒഴിവാക്കി പറയുമ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു, ഈസ്റ്റർ ഇതൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാൻ എല്ലാവരും ഇരിക്കും. 365 ഡേയ്സ് നമുക്ക് ഓഫർ അല്ല, 365 ഡേയ്സ് വിലക്കുറവിൽ കിട്ടുന്ന ഒരു കട എന്ന് പറയുമ്പോ അത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അത് നമ്മുടെ കരിഷ്മ സിൽക്സ്. എന്തെങ്കിലും പറയാനുണ്ടാവും? ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ പറയാൻ നോക്കും, പിന്നെ അഞ്ജലി പറയുന്നോണ്ട് ഞാനിങ്ങനെ പറയാണ്ടിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ പോയാൽ ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇന്നറിന്റെ കുറച്ച് കളക്ഷൻസ് കണ്ടാലോ? ഇന്നറിന്റെ ബ്രാൻഡഡ്സും. ഈ സൈസ് വേണോ, ഈ സൈസ് വേണോ, ഈ സൈസ് വേണോ, ഈ സൈസ് വേണോ? ഇതെന്താ കുറച്ച് നല്ല ഭംഗി, നല്ല സോഫ്റ്റ്നെസ്. ഇത് കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാസ് ആണ്, ബ്രാസ് ആൻഡ് പാൻറ്റീസിന്റെ. നല്ല എന്താ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലുക്ക് എടുത്ത്, നല്ല സോഫ്റ്റ്നെസ്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാട്ടോ, ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് അതിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നോർമൽ ഇത് വിട്ടിട്ടുള്ളത് എന്നാൽ നോർമലും ഇവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡഡിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഇപ്പൊ ഇത് എടുത്തത്. ബ്ലോസം, ട്രൈലോ, ബ്രൈഡ, ജോക്കി ഇങ്ങനെയുള്ള ബ്രാൻഡഡ്സും ഉണ്ട്. അത് കൂടാതെ ട്വിൻ ബേർഡ്സ് ഉണ്ട്. ട്വിൻ ബേർഡ്സിന്റെ നമുക്ക് സാരി സ്കേർട്ട് ഒക്കെ വരത്തില്ലേ, ഷേപ്പ് വിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈ ഡ്രീംസ്, ഇങ്ങനെ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. അതല്ലാത്ത ബ്രാൻഡഡും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇനി ഇതെന്താ സംഭവം പറഞ്ഞു? ഇതൊക്കെ ഇമ്പോർട്ടഡ് പാൻറ്റീസ് ടൈപ്പിൽ വരുന്നതാണ്. സ്കേർട്ട് യൂസ് ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കും. ഇമ്പോർട്ടഡ് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ, കൂടുതലാണോ എന്നൊരു ടെൻഷൻ. പക്ഷെ റേറ്റ് കൂടുതലല്ല, എല്ലാം നോർമൽ റേറ്റിനാണ് കൊടുക്കുന്നത്, ഇമ്പോർട്ടഡ് ആയാലും. അതെ, അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾ വിളിച്ചു വെച്ചോ. ഇത് ഭയങ്കര വലിയ സൈസ് അല്ലേ? അത് പ്ലസ് സൈസാ വരുന്നത്. അത് തപ്പി കുറവ് നടക്കണ്ടാവും അല്ലേ? ഓൾസോ അവൈലബിൾ. പിന്നെ സീംലെസ് പാന്റീസ് നമ്മുടെ ഫോർമൽസിന്റെ ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോർമൽസിന്റെ ഒക്കെ കൂടെ. പിടിച്ചേ ഞാൻ മൈക്ക് പിടിക്കണേ, ഏതെങ്കിലും ഒരെണ്ണം പിടിക്കണം. അത് പിടിക്കാൻ പറഞ്ഞപ്പോ അവൾക്ക് നാളെ ശരിക്കും ഈ സീംലെസ് പാന്റീസ് ആണ് ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമൽസിന്റെ ഒക്കെ കൂടെയാണ്. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫോർമൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് സീംലെസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എങ്ങനെ സംഭവം വെച്ചാൽ ഇത് ലൈൻസ് കാണില്ല, അതാണ് മെയിൻ പ്രത്യേകത ഇതിന്റെ. ഇതായാലും അത് തന്നെ അല്ലേ? ഇതിന്റെ കളേഴ്സ് ഈ കാണുന്നത് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്, സൈസസ് ആണ്. ഇതിനൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഷേപ്പേഴ്സ് മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ഫോർ എവറി മലയാളി. കാരണം നമ്മളെ മലയാളിക്ക് വയറുണ്ട് അല്ലേ? അപ്പൊ ഇത് റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ഇതിന്റെ കേട്ടോ. റേറ്റ് എന്തായാലും നമുക്ക് ഡിസ്കൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റുകളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. വരിക, നോക്കുക, സൈസ് എടുത്ത് അങ്ങോട്ട് പോവാ. ഓക്കെ, ഇതൊക്കെ ഇരിക്കുന്ന ബ്രാൻഡഡ് ഐറ്റംസ് കേട്ടോ. അപ്പൊ ബ്രാൻഡഡിലെ എല്ലാം തരം ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്നർ വെയറിന്റെ തന്നെ ഒരു കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ ബ്രാൻഡഡിൽ തന്നെ നമുക്ക് നല്ല, വീണ്ടും എടുത്ത് പറയണം, ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾ. ബാക്കി മേടിക്കുന്ന വേണ്ട എന്നുള്ളത് അത് രണ്ടാമത്തെ ഒരു സെക്ഷൻ.
അല്ലെ? അതെ തീർച്ചയായിട്ടും. അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷെ വരുന്നതും നിങ്ങളുടെ ചോയ്സ്. വന്നേ പറ്റുള്ളൂ, വന്നാലാണ് കളക്ഷൻസ് കാണാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ, ഇനി നമുക്കെന്നാ അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ഫോമിലാണ്. അല്ല, ഞാൻ എനിക്ക് പേഴ്സണലി ചോദിക്കുന്നത് മേടിക്കാൻ വേണ്ടിട്ട്. തീർച്ചയായിട്ടും ഭയങ്കര ഹൈ ക്വാളിറ്റി. ഓ, അപ്പൊ ഒന്നുകൂടി ബാക്ക് കവറേജ് ഇതെന്താ ഡ്രസ് മാറിയാ നടന്നേ? ഇതെന്താ സംഭവം? ഇത് ഫുൾ നമ്മുടെ ലോഞ്ച് വേ കളക്ഷൻസ് ആണ്. ബ്രാൻഡഡില് ഷർട്ടുള്ളതും ടീഷർട്ടുള്ളതും. ഓടണ്ട, ഇങ്ങോട്ട് വാ. ഒരു റൗണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് വായോ? തല കറങ്ങിയാ? ഇല്ല. ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ എവിടെയാ? ഇതിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. സോള ബ്രാൻഡിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്. അത് 5 സ്ലീവ് ഉള്ളതുണ്ട്, നോർമൽ ഇവര് വേറെ ചെയ്തിരിക്കുന്നത് പോലത്തെ. ഈ ഇട്ടിരിക്കുന്ന സെയിം പീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. പാക്കിംഗ് എങ്ങനെയായിരിക്കും? ഇതായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. സൈസസ് എങ്ങനെയാ വരാ? സൈസസ് ഡിഫറെന്റ് സൈസസ് ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, അങ്ങനെ ഡിഫറെന്റ് സൈസസ്. തൊടുമ്പോ നല്ല സുഖം, തൊടുമ്പോ നല്ല സുഖം. അപ്പൊ ഉടുക്കുമ്പോ എത്ര സുഖം ഉണ്ടാവും? സൂപ്പർ കംഫർട്ടബിൾ ആയിരിക്കും. കണ്ട, ഞാൻ ആ തൊടണേലല്ലേ ഇല്ലേ കെട്ടിയടിക്കല ഒരു ഹഗ് തടവാ. നല്ല സുഖം. ചെല്ല് ചെല്ല്. അടുത്തതോ? ഇത് വേറൊരു മെറ്റീരിയൽ അല്ലേ? ആ മെറ്റീരിയൽ അല്ല ഇത്. ഇതിന്റെ ഇതുപോലെ പാക്കിംഗ് വരുന്നത്. സൈസസ് വരുമ്പോ ഇതില് എക്സലാ. ഇതിപ്പോ മാം കൈ പിടിച്ചിരിക്കുന്ന എക്സൽ സൈസ്. ഇതിന്റെ ഡിഫറെന്റ് സൈസസ് വരുന്നുണ്ട്. എല്ലാ സൈസസ് അവൈലബിൾ ആണ്. ഒരു സിംഗിൾ പീസ് കിട്ടും. ഇതിന് നമുക്ക് ഈ ഹോൾസെയിൽ എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസ് നമ്മൾ കച്ചവടക്കാരാണെങ്കിൽ ആ മൈൻഡിൽ തിങ്ക് ചെയ്യുക. സിംഗിൾ പീസ് മേടിക്കുന്നവർ ആ മൈൻഡിൽ തിങ്ക് ചെയ്യുക. സ്റ്റിച്ചിങ് യൂണിറ്റ്കാരാണെങ്കിൽ ആ മൈൻഡിൽ തിങ്ക് ചെയ്യുക. അപ്പൊ മൊത്തത്തിൽ നമുക്ക് അടിപൊളിയാണ്. ഇനി 5 സ്ലീവ് പോലത്തെ ഓവർ സൈസ് വരുന്നത്. തൊട്ടോക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഇത് അതിന്റെ അല്ലല്ലോ, ഇത് വേറെ വെറൈറ്റീസ്. അപ്പൊ ഇതുപോലത്തെ മോഡൽസ് ഉണ്ട്. ജസ്റ്റ് ലുക്ക് വൈസ് കാണിച്ചു തന്നു മാത്രം കേട്ടോ. അതില് ബനിയൻ ടൈപ്പ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. നമുക്ക് ടീഷർട്ട് എന്ന് വെച്ചാൽ ടീഷർട്ട് ടൈപ്പ് ആയിട്ട് പച്ചമല ബനിയൻ ടീഷർട്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷർട്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്താ? ഇന്ന് നീ പിടിച്ചോ, പറയും. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട്, കുറച്ചുകൂടെ ഫാൻസി ആയിട്ടൊക്കെയുള്ള. പക്ഷെ രാത്രി മാത്രം ഉടുക്കാവോ? പകൽ കൊടുത്തു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകും ആൾക്കാര്. അതുപോലത്തെ ഐറ്റാണ് ഈ കാണുന്നത് അല്ലേ? ചിരിച്ചാവോ. ഞാൻ അടുത്തേക്ക് അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ ഇവിടുത്തെ ലോഞ്ച് സോള. ഇത് സോളയ്ക്ക് മാത്രമല്ല, ലോഞ്ച് വേ കളക്ഷൻസ്. ഇപ്പൊ നൈറ്റ് സ്യൂട്ട്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ എൻ സ്റ്റൈൽ ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോൺ ബ്രാൻഡഡ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഷോർട്സ് ഒക്കെ ആണെങ്കിലും വളരെ അഫോർഡബിൾ റേഞ്ച്. 49 rupeesനൊക്കെ ഷോർട്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ ബ്രാൻഡിന്റെ അല്ല, ബ്രാൻഡ് അല്ലാത്തത് നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ബ്രാൻഡും നോൺ ബ്രാൻഡും രണ്ടും അവൈലബിൾ ആണ്. ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നിട്ടും ഏകദേശം 1 മണിക്കൂർ ആയിന്ന് ഞാൻ വിചാരിക്കണം. ക്ഷമിക്കുക, ഇവിടെ കളക്ഷൻസ് വേണ്ടതുണ്ട്. ഇനി മെൻസ് വേറെ കളക്ഷൻസിലേക്ക് പോയാലോ? ഇനിയും ഉണ്ടല്ലോ ഇവിടെ കാണിക്കാൻ. കുറച്ചുകൂടെ കളക്ഷൻ കണ്ട, എന്നെ വിടൂല, നിങ്ങളെയും വിടൂല. ഒരു ചായ കപ്പ് പിടിച്ചിരുന്നു. പോവാ. ഈ കാണുന്നത് മൊത്തം ഫോർമൽ ഷർട്ട്സ് ആണ്. അപ്പൊ എന്റെ ലുക്ക് കണ്ടപ്പോ മനസ്സിലായില്ലേ? ഏകദേശം ഫോർമൽ ഷർട്ടിന്റെ ഒരു ഏരിയ ആണ്. ഷർട്ടും ബ്ലേസേഴ്സും വരുന്നുണ്ട്. ഇതിൽ എങ്ങനെയൊക്കെയാ ഓപ്ഷൻസ് വരുന്നത്? ഫോർമൽ ഷർട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും 298 മുതലാണ്. 298 ഇത്രയും അടിപൊളി ലുക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അതെ, ഫോർമൽ ഷർട്ട്സിന്റെ കളക്ഷൻസ് വെറും 298 മുതലാണ് നമ്മുടെ കരിഷ്മയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഈ നോക്കുകയാണെങ്കിൽ ഇതില് ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ്, സൈസസ് എല്ലാതും അവൈലബിൾ ആണ്. പിന്നെ ഷർട്ടിന്റെ കാര്യം വരുമ്പോൾ ഒരു സൈസ് അപ്പ് എടുക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബ്ലേസർ വരുമ്പോൾ ഒരു 2 സൈസ് അപ്പ് എടുക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഇപ്പൊ ഞാൻ ലാർജ് സൈസ് ആണ് കുർത്തീസിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ 2XL സൈസ് ആകുമ്പോഴാണ് കറക്റ്റ് ഒരു കുറച്ച് ലൂസ് ഫിറ്റിംഗ് കിട്ടുക. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ കൂടെ പാന്റ് ഇല്ല കേട്ടോ. പാന്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആണ്. പാന്റ് ഫോർമൽ പാന്റ്സിന്റെ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ബ്രാൻഡഡും അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഫോർമൽ പാന്റ്സ് ആൻഡ് ഷർട്ട്സും അവൈലബിൾ ആണ്. എന്താ ഈ ലുക്കാണ് ഇഷ്ടം? എത്നിക് ലുക്കാണ് ഇഷ്ടം? ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ലുക്കും മാറി കളിക്കുകയാണ്. പിന്നെ ഇവിടെ മൊത്തം ജീൻസുകൾ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സിന് വിട്ടിട്ട് നമുക്ക് ഇവിടെ എന്താണ് വെറൈറ്റീസ് ആയിട്ടുള്ളത്? പ്രൈസ് റേഞ്ചും ബ്രാൻഡ്സും ആണ്. ഇത് ഒഡിയോ മോഡൽ ജീൻസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 698 മാത്രമാണ് കേട്ടോ. ഇത് ജീൻസ് അല്ലേ ഇട്ടിരിക്കുന്നത്? അതെ. വാ, നല്ല അടിപൊളി ലുക്കാണ്. ഇത് കൊറിയൻ ടോപ്പ്. വാ, കൊറിയൻ ടോപ്പ് വിത്ത് അടിപൊളി ഒരു ജീൻസ്. നമുക്ക് ജീൻസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? ജീൻസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 598 ആണ്. 598 ആണ്. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന റേറ്റ്
698 ഉള്ളി. ആ എന്നാ നമുക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടാനായിട്ട് വേറെ ഒരു സ്ഥലത്ത് മാർഗ്ഗമില്ല. അതും നല്ല ക്വാളിറ്റി ആയിട്ടോ. ജീൻസ് വിലക്കുറവ് കേട്ടിട്ടുണ്ട്, ക്വാളിറ്റി കേട്ടിട്ടുണ്ടാ? ഇല്ലല്ല. അതെ, ക്വാളിറ്റിയിൽ ഐറ്റംസ് കൊണ്ടുവന്നിട്ട് അത് മാക്സിമം വില കുറച്ച് കിടക്കുന്നതാണ് നമ്മുടെ രീതി. സാധാരണ നമ്മൾ റേറ്റ് കുറവെന്നാണ് നമ്മൾ മലയാളികളുടെ മൈൻഡിൽ. അപ്പൊ എവിടെയാ റേറ്റ് കുറവ് അങ്ങനെ പറയാം, പക്ഷെ ക്വാളിറ്റിയും കൂടി നോക്കിയോളൂ. അതെ, തീർച്ചയായിട്ടും. ഇതെന്താ സംഭവം? ഇത് ഒഡിയോ മോഡൽ ജീൻസിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഷെയ്ഡ്സ് ആണ്. ഇതൊരെണ്ണം പിടിച്ചു നിന്നു. അപ്പൊ ഇതിന്റെ കളേഴ്സ് ജസ്റ്റ് ഹിന്റ് തന്നത് മാത്രം. ഇതല്ലാത്ത ബ്രാൻഡുകൾ വരുന്നുണ്ട്, സോള ബ്രാൻഡ് വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെന്റ് പാറ്റേൺസ് ആൻഡ് ബ്രാൻഡ്സ് ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ ബാഗീസ് വരുന്നുണ്ട്, നോർമൽ ജീൻസ് മാത്രമല്ല. ഈ പറയണതൊക്കെ ആണുങ്ങൾക്ക് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ പെണ്ണുങ്ങളുടെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലേഡീസ് ആൻഡ് ടീനേജ് സെക്ഷൻ ഇതില് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ഈ സൈസ് ഏതാ വരുന്നത് ഇട്ടിരിക്കുന്നത്? 30. എനിക്ക് 34 വേണം. ഇതുപോലെ ആവണം. ഇത് ഉണ്ട്, അത് ഉണ്ട്. ശരി, ഓക്കെ. അപ്പൊ വിട്ടോ. അതുപോലെ തന്നെ കോട്ട് സെറ്റ്സിന്റെ വെറൈറ്റീസ് 398 മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. കോട്ട് സെറ്റ് വെറൈറ്റീസ് ഇത് 398 ആണ്. 398 ഉള്ളി. 398 കോട്ട്സ്. ഇത് 379. ഇത് 379ന്റെ കോട്ട് സെറ്റ് ആണ് വരുന്നത്. അന്നാ 398ന്റെ ഇത് 398ന്റെ കോട്ട് സെറ്റ്. 398 കോട്ട് സെറ്റ് കേട്ടോ. അതും നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതിന്റെ കളേഴ്സ് പേസ്റ്റൽ, ഡാർക്ക്, അങ്ങനെ എല്ലാം ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ്. നമ്മുടെ പിള്ളേരുകള് കോട്ട് സെറ്റ് ഇട്ട് വന്നില്ലേ, വാ. കോട്ട് സെറ്റ്സിൽ തന്നെ വെസ്റ്റേൺ കളക്ഷൻസും ഉണ്ട്. അപ്പൊ ഇത് ഇപ്പോ ഞാൻ പിടിച്ചിരിക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ്. എന്നാ ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ വിത്ത് പ്രിന്റഡ് ആയിട്ട്. ഇതും ഞാൻ കംഫർട്ടബിൾ ആണെന്ന് തൊട്ട് നോക്കണില്ല. ഇത് ലുക്ക് വൈസ് അടിപൊളിയല്ല. കോട്ട് സെറ്റിൽ നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ട്, കോളർ ടൈപ്പ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിനൻ ഇല്ലേ? തുറന്നില്ലല്ലോ. ലിനനില് ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് എന്ന് പറയാനായിട്ട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുന്ന രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയാനായിട്ട് കാണുമ്പോൾ ലുക്ക് വൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടും. ഇത് ഫുൾ സ്ലീവില്, ഇത് ഹാഫ് സ്ലീവ്, ഇത് പക്ക കോട്ടൺ, ഇത് ലിനനില് പ്ലെയിൻ പ്രിന്റ്. ഇതാണ് കേട്ടോ ഇതിന്റെ വെറൈറ്റീസ് വരുന്നത്. അപ്പൊ കോട്ട് സെറ്റിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് 398 ഉള്ളി. 398ന്റെ കളക്ഷൻ ഇതാണ്. ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ കോമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കോമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ റേറ്റ് പറയൂല. റേറ്റ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. ഇതെന്താ സംഭവം? ഇതും കോട്ട് സെറ്റിന്റെ 379ന്റെ കോട്ട് സെറ്റിന്റെ കളർ ചേഞ്ച് ആണ്. അതിന്റെ കളർ ചേഞ്ചസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ കോട്ട് സെറ്റിന് ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ നിങ്ങളും ഡ്രസ്സ് മാറിയില്ല, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും കോട്ട് സെറ്റ് ആണ്, സോള ബ്രാൻഡിന്റെ കോട്ട് സെറ്റ് ആണ്. എന്നുവെച്ചാ കുറച്ചുകൂടി ചെറിയ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിട്ട്, കുറച്ചുകൂടി ലെങ്ത് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ്. അത് കുറച്ചുകൂടി ലെങ്ത് വരുന്നതായിട്ടുള്ള എലൈൻ പാറ്റേണിൽ വരുന്ന കോട്ട് സെറ്റ്സ് ഒക്കെ ഉണ്ട്. മോഡലാണ് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റൈൽ. ഫ്രണ്ട് പോർഷൻ ഫിഷ് കട്ട് എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കണം. എന്ത് കട്ട് വേണമെങ്കിലും അല്ലെ ലുക്ക് വൈസ് നിങ്ങൾക്ക് കാണാം. ഇതും കോട്ട് സെറ്റ് ആണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താ? കുർത്തി, സിമ്പിൾ കുർത്തി. ഇത് ഷിമ്മർ അല്ലേ? കുറച്ച് തിളക്കൊക്കെ ഉണ്ട് കേട്ടോ. ക്രേപ്പ് അല്ല, ഇത് ഷിമ്മർ ആണ്. ഇത് കുറച്ചുകൂടി അടുത്തേക്ക് വന്നാലേ അതിന് തിക്നെസ് കുറവായിരിക്കും. ഇത് ക്രേപ്പാ. തിക്കുണ്ടോ? ഇതിന് തിക്കുണ്ട്. ഉടുക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും തിളക്കുണ്ട്. ഷിമ്മർ ആയ എന്തായാലും തിളക്കുണ്ട്. ഇത് കട്ടിയില്ല. ഒന്ന് വരൂ. ഓക്കെ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഗ്ലേസിംഗ് വരുന്ന ടൈപ്പ് ആണ് ഈ ഒരു കുർത്തി. അപ്പൊ ഈ കുർത്തിയുടെ ഇനിയും കളക്ഷൻസ് കാണിക്കണല്ലോ. പിന്നെ ഇത് കോട്ട് സെറ്റിന്റെ വെറൈറ്റി ആണ്. പിന്നെ നമുക്ക് കുർത്തീസ് ഡിഫറെന്റ് ബ്രാൻഡ്സിൽ വരുന്ന കുർത്തീസ് അവൈലബിൾ ആണ്. ഇതിപ്പോ എൻ സ്റ്റൈലിന്റെ ഉണ്ട്, അതുപോലെ തന്നെ സോള ബ്രാൻഡിന്റെ ഉണ്ട്. പിടിച്ചോ. യാഷിക ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിന്റെ കുർത്തീസും ഉണ്ട്, എന്നാൽ നോൺ ബ്രാൻഡഡ് ഐറ്റംസിന്റെയും കുർത്തീസ് അവൈലബിൾ ആണ്. ഇതൊക്കെ വരുന്നത് ഇത് എൻ സ്റ്റൈലിന്റെ, ഇത് സോള, പിന്നെ ലാഫില്ലെ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, യാഷിക ബ്രാൻഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടും അതുപോലെ കുർത്തീസ് ബ്രാൻഡ്സും ഉണ്ട്, അൺബ്രാൻഡഡ് ആയിട്ടുള്ളത്, ഡെയിലി വെയർ ആയിട്ടുള്ളതും ഉണ്ട്. അതുപോലെ ഇത് ഖാദി കോട്ടണിലെ വരുന്നത്. ഇതൊക്കെ കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഖാദി കോട്ടൺ സിമ്പിൾ ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് 2-3 ഐറ്റം ഇങ്ങനെ വെറൈറ്റി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെറൈറ്റീസ് ഇഷ്ടമല്ല. യാഷിക ബ്രാൻഡിന്റെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ കുറെ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഉണ്ട്. ഇതൊന്ന് നോക്കിയേ, ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് റംഗോലിയിൽ വരുന്നുണ്ട്. ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഇതിന്റെ ഡിഫറെന്റ് ഹാൻഡ് ഒക്കെ യാഷിക ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഈ ഫുൾ വരുന്നത്. ഡിഫറെന്റ് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ബ്രാൻഡഡിലായി നോൺ ബ്രാൻഡഡ് പിന്നെ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പൊ ബ്രാൻഡഡിൽ തന്നെ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇനി നമ്മുടെ ആണുങ്ങളൊക്കെ വിഷമിച്ചിരിക്കട്ടോ. അവരുടെ കളക്ഷൻസ് എന്നാ പോവാ. പെണ്ണുങ്ങളെ വിട്ട് വെട്ടി കളിച്ചു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്താണ് നിങ്ങളുടെ ലുക്ക് നോക്ക്, അടിപൊളി. എന്തായാലും നമ്മുടെ ഡ്രസ്സിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് ഇവര്. ഇത് ഇപ്പോഴത്തെ അല്ല, ഇത് കുറെ നാളായിട്ട് നമ്മൾ ട്രെൻഡ് കാണുന്നതാണ്. പക്ഷെ ഒരു വെറൈറ്റി
നമുക്ക് ഇത് മാറ്റി പിടിക്കല്ലേ. ആ ഇനി നമ്മളെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഒരു ഫുൾ ഫ്ലോർ ആണുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, എന്തൊക്കെ കിട്ടും? ഒരുപാട് വെറൈറ്റീസ് ബ്രാൻഡഡ് ആയിട്ടും അൺബ്രാൻഡഡ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ ടീഷർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 189 റുപ്പീസ് മുതലാണ്. ഇതുപോലത്തെ 5 സ്ലീവ് ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 298 മുതലാണ്. ഇപ്പൊ ഈ കാണിക്കുന്നത് 398 5 സ്ലീവ് ടീഷർട്ട് ആണ്. അതും ഈ പ്രിന്റ് ഒക്കെ റബ്ബർ പ്രിന്റ് നല്ല പ്രിന്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. ഇതിലിപ്പോ ഏത് കളർ ചോദിച്ചാൽ അതാ കളേഴ്സുകൾ ഇതാ ഡിഫറെന്റ് കളേഴ്സുകൾ അവൈലബിൾ ആണ്. സെയിം മോഡൽ സെയിം ഡിസൈനിൽ തന്നെ. ഇത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് അല്ലെ, ഓവർ സൈസ് വരുന്നത് അല്ലെ. എന്താ രസല്ലേ, ഓനെ വെച്ചെന്നോട്ടെ. ആണുങ്ങൾ വെക്കുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി വരിക. കണ്ടാ ഇതിന്റെ കൂടെ എന്താടാ പാന്റ് ബാഗി ആണോ പാരഷൂട്ട് ആണോ? ബാഗി ആണ് കുറച്ചുകൂടി ബെറ്റർ അല്ലേ. അപ്പൊ ഇതാണ് ലുക്ക് വരുന്നത്. ജസ്റ്റ് 398 ഉള്ളി ഈ ടീഷർട്ടിന്റെ റേറ്റ്. അതെ. അതുപോലെ തന്നെ നമുക്ക് ഫോർമൽ പാൻസ് ജെൻസിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 379 റുപ്പീസ് മുതലാണ്. അത് ഏത് ഭാഗത്തായിരിക്കുന്നത്? അത് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം. ഇത് ഫോർമൽ തന്നെയല്ലേ? ഫോർമൽ പാൻസ് സാമ്പിളിൽ കാണിക്കും. സോറി 398 മുതൽ. ഇത് 398 ആണ്. ഇത് 398ന്റെ ഫോർമൽ പാന്റ് കേട്ടോ. അപ്പൊ ഇതും സൈസസ് അവൈലബിൾ ആണ്. ജസ്റ്റ് വരിക ഇത്രയും റേറ്റ് കുറവില്ല. 398 ഫോർമൽ പാൻസ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഷെയ്ഡുകളും അതിന്റെ ഇതൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. ചിലപ്പോ ഇവിടെ ടക്കായിട്ടുള്ളതും ഫിറ്റിംഗ്സ് ഒക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷർട്ട്സ് വരുന്നുണ്ട്. ഷർട്ട്സ് വരുന്നത് 379 മുതൽ. അതെവിടെയാ നോർമൽ ഷർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഷർട്ട് ഏത് ഭാഗത്തായിരിക്കുന്നത്? ഇപ്പൊ കൊണ്ടുവരും. അതുപോലെ തന്നെ നമുക്ക് ഈ അൺബ്രാൻഡഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ബ്രാൻഡഡ് കളക്ഷൻസും ഉണ്ട്. പീറ്റർ ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, അലൻ സ്കോട്ട്, സീറോ, അതുപോലെ തന്നെ പാൻ അമേരിക്ക, പിന്നെ മിനിസ്റ്റർ വെയിറ്റ്, രാംരാജ്, ഇങ്ങനെ എല്ലാ ബ്രാൻഡ്സും ജോക്കി ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാ ബ്രാൻഡും ബ്രാൻഡ് അല്ലാത്തത് എല്ലാവരും ഏതാ താല്പര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് വരാന്ന് വെച്ചാൽ ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ടെൻഷനാണ്. അയ്യോ റേറ്റ് കൂടിയിട്ട് റേറ്റ് അല്ല, റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് ഐറ്റംസ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് 379 ഉള്ളി ട്ടോ. ഷർട്ട്സ് എത്ര പ്രിന്റിൽ വേണോ, ചെക്കിൽ വേണോ, കളറിൽ വേണോ, പ്ലെയിനിൽ വേണോ, ഏതൊക്കെ മോഡൽ വേണേലും ഉണ്ട്. സൈസസ് അവൈലബിൾ ആണ്. റേറ്റ് ഞങ്ങൾ മാറ്റൂലേ, ഇതന്നെ റേറ്റ് അല്ലേ? എത്ര? അതാണ്. അപ്പൊ വേറെ മുണ്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. ധോത്തീസ് ഒക്കെ അവൈലബിൾ ആണ്. ഒറ്റമുണ്ടുകൾ അവൈലബിൾ ആണ്. എനിക്കിത് ഇഷ്ടമായി. നന്നായില്ലേ? നന്നായിട്ടുണ്ട്. ഓംബ്രെ സ്റ്റൈലില് അടിയില്ലേ. പിന്നെ ABCD പഠിക്കാനും എളുപ്പമുണ്ട് കുറച്ചുകൂടി. താഴത്തൊക്കെ ABCD എഴുതിയിട്ട് അന്ന് അതിന്റെ പ്ലെയിനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെഡിങ് സ്യൂട്ടുകളുടെ നല്ല വലിയ കളക്ഷൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിനാണല്ലോ കരിഷ്മ സിൽക്സ് വെഡിങ് സെന്റർ എന്ന് നമ്മൾ പറയുന്നത്. വെഡിങ്ങിന് ആവശ്യം എന്ന് വെച്ചാൽ വെഡിങ് ഒരു പാർട്ടി വരാണെങ്കിൽ അവർക്ക് A to Z എല്ലാ ഐറ്റംസ് ഈ ഒരു 2 ഫ്ലോർ അല്ല 3 ഫ്ലോർ അടിയിലത്തെ ഫ്ലോർ അടക്കം നമുക്ക് അവൈലബിൾ ആണ്. ഇതില് ബ്ലേസറും അല്ലാണ്ട് നമുക്ക് ഷർവാണി ടൈപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ജസ്റ്റ് ഒരു ഹിന്റ് തന്നു മാത്രം കേട്ടോ. പിന്നെ അതുപോലെ കിഡ്സിന്റെ കളക്ഷൻ വരുന്നുണ്ട്. കിഡ്സിന്റെ ഇപ്പം ന്യൂ ബോൺ ബേബീസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സുമിക്സ് പോലത്തെ ബ്രാൻഡുകളൊക്കെ ഇല്ലേ, അതിന്റെ തൊട്ട് നമുക്ക് അല്ലാത്ത കളക്ഷൻസ്, അത് ഷർട്ട്സ് ആയിക്കോട്ടെ, എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. കുട്ടികളുടെ അതെ, ജെന്റ്സിന്റെ കളക്ഷൻസ് ആണെങ്കിൽ കാഷ്വൽ ഫോമൽ എല്ലാ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ വരിക, ഡയറക്റ്റ് വന്ന് ഇട്ട് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയോടെ കൊണ്ടുപോകും ചെയ്യാം. ഇത് ഫുൾ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ്. അതുപോലെ ഹുഡീസും അവൈലബിൾ ആണ്. പിന്നെ ഇത് ഈ മോഡല് കുറച്ച് എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഓഫീസിൽ പോണെങ്കിൽ അതിനുണ്ട്. ഇപ്പൊ ഒരു മാഷായിട്ട് നിൽക്കുകയാണെങ്കിൽ, സാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനുണ്ട്. പിന്നെ ഒരു ചെത്താൻ പറ്റിയ നമ്മുടെ യോയോ പിള്ളേർക്കുള്ളത് അതും ഉണ്ട് അല്ലെ. എല്ലാം ഉണ്ട്. ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ വേണം, അതും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു മെൻ ഏതൊക്കെ രീതിയിൽ മോഡൽ ആവാൻ നോക്കണു, മോഡൽ അല്ലാണ്ടാവാൻ നോക്കണു, എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ട്രെൻഡി തൊട്ട് ഫോർമൽ കാഷ്വൽസ് അങ്ങനെ എല്ലാം. അപ്പൊ യോയോ യെസ്. ഇതെന്താ? ഇത് ഷർവാനിയാ? ഇതിങ്ങനെ കുർത്ത ടൈപ്സ് വരത്തില്ലേ? കുർത്ത കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്താസ്. അത് ഓണത്തിനും ആയാലും യൂസ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയ ബ്രാൻഡാണ് എത്തോസ്. ആ ഒരു ബ്രാൻഡ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള്. അപ്പൊ ഇത് കുർത്ത വരുന്നത് ആണുങ്ങളുടെ. ഇതിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് പാൻസോ മുണ്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഒരു ഹിന്റ് തന്നത് മാത്രം. ഇതാണ് ഈ ഫുൾ കൗണ്ടർ വരുന്നത്. ഫുൾ കൗണ്ടർ ഈ ഒരു സെക്ഷൻ ആണ് വരുന്നത്. പിന്നെ ടീഷർട്ട്സിന്റെ വെറൈറ്റീസ് ആണ്. പിന്നെ അല്ലാത്ത ടീഷർട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാ ഇതൊക്കെ പ്ലെയിനില് CNC, വൺമാൻ, അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഞാൻ നേരെടുത്ത് പറഞ്ഞത്. ബ്രാൻഡിന്റെ പേര് പറഞ്ഞ തീരൂല ഇവിടെ. അപ്പൊ നേരിട്ട് വരാം. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റി അത് മറക്കണ്ട. അതില് ഒന്ന് വെച്ചാൽ സിംഗിൾ പീസ് ആയാലും നമുക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നേരിട്ട് വരാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. നേരിട്ട് വരുമ്പോ എന്താ സംഭവം എന്ന് വെച്ചാലേ നമുക്ക് കാണുന്നതൊക്കെ നമുക്ക് മേടിക്കാൻ തോന്നും അല്ലേ. അതാണ് അവസ്ഥ.
കണ്ടോ ഒരു ട്രെൻഡി ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ ആ ഷർട്ടിൽ കണ്ടില്ലേ, അതന്നെ ഓംബ്രേ സ്റ്റൈലിൽ നമുക്ക് ഇത് ടീഷർട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാത്തത് ഈ പ്ലെയിൻസിലും വരുന്നുണ്ട്. കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ ടീഷർട്ടിൽ വരുന്നത്. പറഞ്ഞാലും തീരില്ല, കാണിച്ചാലും തീരില്ല, അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത് യു ഡി ബ്രാൻഡ്. ഓക്കെ, ഇതൊക്കെ യു ഡിയുടെ ആണ്. ഇത് സെയിം അത് ആ ബ്രാൻഡിന്റെ തന്നെയാ വരുന്നത് കേട്ടോ. ഇതാ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരായിരിക്കും നല്ലത് അല്ലേ? ഓക്കെ, അഫോർഡബിൾ റേഞ്ച് ആണ്. എല്ലാം സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഫുൾ ഒരു മെൻസ് വെയർ കളക്ഷൻസ്. എന്നാൽ ബോക്സ് പാക്കിംഗ് ആയിട്ടുള്ള ഷർട്ട്സും അവൈലബിൾ ആണ്. ആ കാണുന്നത് മൊത്തം നമുക്ക് ശരിക്കും ഫുൾ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഓൾറെഡി വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. ആ കാണുന്നത് മൊത്തം ഷർട്ട്സിന്റെ ആ ഒരു സെക്ഷനാണ് വരുന്നത് കേട്ടോ, ബോക്സ് പാക്കിങ്ങിലായിട്ടുള്ളത്. ഇനി നമുക്ക് താഴത്ത് പോയിട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അവസാനിപ്പിക്കാം അല്ലെ? പോവാ നമുക്ക്. നമ്മുടെ ചങ്കിന്റെ അവിടെയാണ് നിക്കണം നമ്മളിപ്പോ. എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം ചങ്കിന്റെ അവിടെ ഹൃദയത്തിന്റെ ഭാഗത്ത് ഹൃദയഭാഗത്താണ് നമ്മൾ നിൽക്കണത്. ശരിക്കും പറഞ്ഞാൽ MG റോഡ് മെട്രോ എൻട്രൻസിന്റെ അവിടെ തന്നെയാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെന്നൈ സിൽക്സിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എവിടെ ഇപ്പൊ നിൽക്കുന്നത്? കരിഷ്മ സിൽക്സ്. യെസ്, കരിഷ്മ സിൽക്സ്. അപ്പൊ ഇവർക്ക് ലൊക്കേഷൻ ഇപ്പൊ ഇവിടെ എറണാകുളത്തുണ്ട്. അത് കൂടാണ്ട് വേറെ എവിടേക്കാണ്? നമുക്ക് തിരുവല്ലയിലുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിലും കരിഷ്മ സിൽക്സ് തന്നെയാണ് പേര് വരിക. രാമഞ്ചിറ ട്രാഫിക് സിഗ്നലിന് അടുത്തായിട്ടാണ് വരിക. പിന്നെ അടൂരുണ്ട് നമുക്ക് ഷോപ്പ്. പിന്നെ കൊച്ചിയിൽ തന്നെ നമ്മുടെ ബിസിയോ ഉണ്ട് കേട്ടോ. ബിസിയോ പിന്നെ അത് പിന്നെ ക്യാമ്പസ് കളക്ഷൻസ് അടൂര്. അങ്ങനെ 3 പേര് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞ കരിഷ്മ സിൽക്സ്, ക്യാമ്പസ് കളക്ഷൻസ്, ബിസിഒ. അങ്ങനെ 3 പേരും ഒരാളുടെ തന്നെ റേറ്റ് സെയിം റേറ്റിൽ തന്നെ സെയിം അഫോർഡബിൾ റേഞ്ചിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത്. 3ഉം ഡിഫറെന്റ് സ്ഥലത്താണ്. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരാനും പോകാനും വേണ്ടിയിട്ടാണ് ഈ പല സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷെ എല്ലാതും ചിലപ്പോ എന്താ പറയാ ഐറ്റംസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല അല്ലെ? അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ എല്ലാവരും വെൽക്കം. പ്രത്യേകിച്ച് ഷോപ്പുകാരൊക്കെ ആണെങ്കിൽ ഹോൾസെയിൽ നോക്കണവരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വരാം. എന്തെങ്കിലും പറയണ്ട? ഇത് 5ാമത്തെ ഷോപ്പാണെന്ന്. നിങ്ങൾ എന്താ എവിടെയാണ് ഇത്? കൊടുമണ്ണ് നമുക്കൊരു ഷോപ്പ് ഉണ്ട്, കരിഷ്മ കളക്ഷൻസ്. അതാണ് ഫസ്റ്റ് ഷോപ്പ്. 2002 തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് അടൂര് ക്യാമ്പസ് കളക്ഷൻസ്, അതിനുശേഷം തിരുവല്ല കരിഷ്മ സിൽക്സ്, അതിനുശേഷം ബിസിഒ എറണാകുളത്ത് പത്മ ജംഗ്ഷൻ അടുത്തായിട്ട്. ലാസ്റ്റ് 5th ആണ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്തിട്ടുള്ള. ഇനി ഒരു 5ഉം 10ഉം 15ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉയർച്ചയിൽ വരട്ടെ. അതിനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വന്ന് മേടിക്കുക, ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് എന്നാ മക്കളെ 1 കോടി എന്ന് പറഞ്ഞിട്ട് കടയൊന്നും കൊണ്ടുവിടാൻ പറ്റില്ല. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ എന്തായാലും അഫോർഡബിൾ റേഞ്ച് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓഫേഴ്സ് ഡിസ്കൗണ്ട് ഒന്നുമല്ല, മെയിൻ ആയിട്ട് ക്വാളിറ്റി ഉള്ളത് വിലക്കുറവിന്. അതാണ് മെയിൻ കോൺസെപ്റ്റ് പറയാ കരിഷ്മ സെയിൽസ്. ഒരു ബൈ പറയാലേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.